Riandala Gadagashagana Kadagashikara Barabarabashandara Bala 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 Riba Baba 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 Barikara Barabarabashanda Karada Gadagashiandara Hasta Jana Gadagashagateri Armana Manabara Gadagashagara Bala 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 Boshari Bidi 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 Riba Baba 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 Barikala Bala 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 Bakshiri Gadagashaganderi Hasmana Gadaga Rekha Baba 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 Ribara Bara Bara Boshari Bidi 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 Bida Gadagala Shandara Diala Gadagashakandara Riandara ഹാലലൂയ ദൈവമേ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഞങ്ങൾ അങ്ങേക്ക് മഹത്വം കരയേറ്റുന്ന പരിശുദ്ധനായ ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു രാജാവേ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഇപ്പൊ ഹാലലിയ സന്ധ്യാസമയം പിതാവേ ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ ഇന്ന് രാത്രി കാല ദൈവമേ ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യ ഉള്ളതിനായ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ ദൈവമേ ഹാലലിയ കർത്താവേ അങ്ങയുടെ ഹാലിനാമം ദൈവമേ അങ്ങ് മഹത്വപ്പെടുത്തേണ്ടതിന് അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും കർത്താവെ ഞാൻ എഴുന്നള്ളി വരാമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവമേ ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യ ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ ദൈവമേ ജോയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വേഗത്തിൽ പരിശുദ്ധാത്മാവെ അങ്ങ് കൂട്ടിവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ദൈവമേ പാടുവാനും പ്രാർത്ഥിപ്പാൻ ആരാധിപ്പാനും പിതാവേ അടിയങ്ങളെ ഓരോരുത്തരെ അപ്പച്ച അങ്ങ് സഹായിക്കേണ്ടതിന് ദൈവകരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് കർത്താവെ സ്തോത്രം ദൈവമേ ആത്മാവ് തന്നെ സകലരെയും നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വലിയ സാന്നിധ്യത്തിന്റെ നിറവിൽ അങ്ങേ ശുശ്രൂഷിപ്പാൻ ഇന്ന് രാത്രികാലം അടിയങ്ങളെ ഓരോരുത്തരെയും ദൈവമേ അങ്ങ് സഹായിക്കേണ്ടതിന് അപ്പച്ചന്റെ പുണ്യകരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ അപ്പ ആദ്യോടന്തം പരിശുദ്ധാത്മാവ് തന്നെ സകലത്തെയും നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ മാനവും മഹത്വം അങ്ങേക്ക് സമർപ്പിക്കുന്ന അപ്പച്ച ഹാലലിയ നസ്രനായ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ ആമേൻ 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 തുടർന്ന് പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കാനായിട്ട് പെണ്ണമാൻറ്റിയെ മുന്നോട്ട് ക്ഷണിച്ചോളൂ. പെണ്ണമാൻറ്റി കേട്ടോ? സിജോ അമ്മയുടെ മ്യൂട്ട് ഒന്ന് തുറന്നു കൊടുത്തേ സിജോ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. കേൾക്കുന്നുണ്ടോ? പാടിക്കൂ. ആമേൻ. സ്തോത്രം സ്തോത്രം. വാഴ്ത്തുന്നു അത്യുന്നതൻ വാനവും ഭൂമിയും ചമച്ചവനെ പ്രഭുതാൻ മകഷ്ടത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശു മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിൽ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുനാഥ നീ എന്റെ യേശുനാഥ നീ എന്നാശ്രയം യേശുനാഥ നീ എന്റെ യേശുനാഥ നീ എന്നാശ്രയം യേശുനാഥ നീ ശൈലവും എന്റെ കോട്ടയും മാത്രം യേശുനാഥ നീ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ സ്തുതിക്കുന്നുണ്ടാവിന്റെ കരവിരുതും സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ സ്തുതിക്കുന്നുണ്ടാവിന്റെ കരവിരുതും മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിനെ മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിനെ യേശുനാഥ നീ എൻ ദൈവം യേശുനാഥ നീ എന്നാശ്രയം യേശുനാഥ നീ എൻ ദൈവം യേശുനാഥ നീ എന്നാശ്രയം യേശുനാഥ
നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. കീർത്തിക്കും ഞാൻ യേശുപരാ, കർത്തനുതുല്യനായാരുമില്ല. കീർത്തിക്കും ഞാൻ യേശുപരാ, കർത്തനുതുല്യനായാരുമില്ല. മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, പാനവും പുകഴ്ചയും യേശുവിനെ. മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, പാനവും പുകഴ്ചയും യേശുവിനെ. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം. യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, വാനവും പുകഴ്ചയും യേശുവിനെ. മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, വാനവും പുകഴ്ചയും യേശുവിനെ. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ ആശ്രയം. യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. നല്ലവൻ അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളതേ. നല്ലവൻ അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളതേ. പെരുവെള്ളത്തിൽ തീരത്തിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പെരുവെള്ളത്തിൽ തീരത്തിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വജ്ഞാനം സ്തോത്രവും പുകഴ്ചയും ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. എന്റെ കർത്താവേ എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എന്റെ കർത്താവേ എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്കോ കൃഷ്ണന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്കോ കൃഷ്ണന്മാർ തന്നെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിനെ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിനെ. ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തല്ലോ,
അവനെങ്കിലേക്ക് വന്നല്ലോ. അനുഭവിക്കാൻ കാത്തു കാത്തല്ലോ. അവനെങ്കിലേക്ക് വന്നല്ലോ. നാശകരമായ കുഴിയിൽ നിന്നും തുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. നാശകരമായ കുഴിയിൽ നിന്നും തുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിനെ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിനെ. കാലുകളെ പാറമേൽ നിർത്തി എങ്കിൽ മനത്തെ സുസ്ഥിരമാക്കി. കാലുകളെ പാറമേൽ നിർത്തി എങ്കിൽ മനത്തെ സുസ്ഥിരമാക്കി. മുതിയൊരു പാനിച്ചു തന്നു എൻ ദൈവത്തിനോ സ്തുതികൾ തന്നെ. പുതിയൊരു പാനിച്ചു തന്നു എൻ ദൈവത്തിനോ സ്തുതികൾ തന്നെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിനെ. അവൻ വല്ലവേ അവൻ ചെയ്യോ നിന്നുള്ളത്. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ തുടിച്ചിടുക അവന്റെ നാമം. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ തുടിച്ചിടുക അവന്റെ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിനെ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിനെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിപ്പാന് ഹല്ലേലൂയ. കർത്താവിന്റെ ദാസ്യ ദൈവം സഹായിക്കുന്നു. പ്രിയമകളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ചില പാട്ടുകൾ പാടി നമുക്ക് കർത്താവിനെ ഈ സമയം ആരാധിക്കാം. ഹല്ലേലൂയ. അവന്റെ സന്നദ്ധിയിലേക്ക് ഹല്ലേലൂയ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് അടുത്തു ചെല്ലാം. അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ. അവൻ ആരിലും വലിയവനായ ശ്രേഷ്ഠനായ ദൈവത്തെ കരങ്ങളെ ഉയർത്തി നന്ദിയുള്ള ഹൃദയത്തോടെ ഹല്ലേലൂയ നമുക്ക് പാടി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. വരുന്നു നാഥാ നിൻ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഇനി അങ്ങേ ആരാധിക്കും. വരുന്നു നാഥാ നിൻ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഇനി അങ്ങേ ആരാധിക്കും. യേശു വലിയവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങേ പോലെ ആരുമില്ല. അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങേ പോലെ ആരുമില്ല.
പോലെ ആരുമില്ല. You are love, you are miracles so great. There's no one else like you. There is no one like you. You are love, you are miracles so great. There is no one else like you. There is no one. വരുന്നു നാഥ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ ആരാധിക്കുന്നു നാഥ. സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അത്ഭുതം ചെയ്യുന്നവൻ അങ്ങെപ്പോലെ ആരുമില്ല. അങ്ങെപ്പോലെ ആരുമില്ല. മ്യൂട്ട് ഓൺ ആക്കിയിട്ടിരിക്കുന്നവരോട് ഓഫ് ആക്കാൻ പറ. ഹല്ലേലൂയ ജീസസ്. യേശുവിന്റെ നാമത്തിൽ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. അവൻ മാത്രം ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം, ആഴിയും ഉഴിയും നിർമ്മിച്ച സകലത്തിന്റെ ഉടയവനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ആരാധനയോടെ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് അടുത്ത് വരാം. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ ആരാധന, ജാതി രാജാവിനാരാധന, എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീയേ. പാടുന്നു ഞാൻ അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങേക്കു തുല്യന ആരുമില്ല, അല്ലാതെ വേറൊന്നുമില്ല. മുമ്പിൽ മാത്രം ഞാൻ വണങ്ങിയിടുന്നു. ഞാനെൻ ദൈവം എൻ പിതാവേ. ഹല്ലേലൂയ, 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 ജാതി രാജാ എല്ലാ പ്രശംസയും നീയേ. പാടുന്നു ഞാൻ അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
Hallelujah, 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 hallelujah. അവന്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ സമ്പൂർണമായി താഴ്ത്തി സമർപ്പിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ അവന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ താഴ്ത്താം. ഹല്ലേലൂയ. എന്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും, എന്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും ഓട് ചേരട്ടെ യേശുനാഥ, പ്രാണനെല്ലാം എല്ലാം എന്നും എന്നും എൻ പിതാവോട് ചേരട്ടെ യേശുനാഥ, ഞാനെല്ലാം എല്ലാം എൻ പിതാവേ, ഞാനകന്നാലും നീ അകലില്ല, ഞാൻ മറന്നിട്ടോ സ്നേഹിച്ചു നീ. ഞാനകന്നാലും നീ അകലില്ല, ഞാൻ മറന്നിട്ടോ സ്നേഹിച്ചു നീ. എന്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും, എന്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും, എന്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും. കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ, ഞങ്ങളുടെ എല്ലാം എല്ലാമായ, ഞങ്ങളുടെ ജീവനും പ്രാണനുമായ കർത്താവിന്റെ സന്നിധിയിലേക്ക് അപ്പാ ഞങ്ങളെ തന്നെ സമ്പൂർണമായി താഴ്ത്തുന്ന കർത്താവേ, തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും പിതാവിന്റെ പൊന്നുകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മധ്യേ ഹാലിലെ സകലത്തെ നിയന്ത്രിക്കേണ്ടതിന് അപ്പച്ചന്റെ പൊന്നുകരങ്ങളിലേക്ക് സമ്പൂർണമായി താഴ്ത്തുന്ന കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെ അവിടുന്ന് സഹായിക്കുന്നതിനായി നന്ദി പിതാവേ. പ്രാർത്ഥിച്ച് ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ, അമേൻ. തുടർന്ന് സങ്കീർത്തനം വായനയ്ക്കായിട്ട് സുശീലാമേ ആദരപൂർവ്വം മുന്നോട്ട് ക്ഷണിക്കുന്നു. ആമേൻ. എത്രാമത്തെ സങ്കീർത്തനമാ? രശ്മി, പറഞ്ഞില്ലേ? എന്നോടൊന്നും പറഞ്ഞില്ല. പറഞ്ഞില്ല, ഞാൻ നോക്കിയില്ല മെസ്സേജ്. അറിയാവുന്ന പറഞ്ഞാൽ ചെയ്യും. 149 ഞാൻ വായിക്കുന്നത്. ഓക്കെ ഓക്കെ. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയ്ക്ക് പുതിയൊരു പാട്ടും ഭക്തന്മാരുടെ സഭയിൽ അവന്റെ സ്തുതിയും പാടുവിൻ. ഇസ്രയേൽ തന്നെ ഉണ്ടാക്കിയവനിൽ സന്തോഷിക്കട്ടെ,
സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ. അവർ നൃത്തം ചെയ്തുകൊണ്ട് അവന്റെ നാമത്തെ സ്തുതിക്കട്ടെ. തപ്പിനോടും കിന്നരത്തോടും കൂടെ അവനെ കീർത്തനം ചെയ്യട്ടെ. യഹോവ തന്റെ ജനത്തിൽ പ്രസാദിക്കുന്നു. താഴ്മയുള്ളവരെ അവൻ രക്ഷ കൊണ്ട് അലങ്കരിക്കും. ഭക്തന്മാർ മഹത്വത്തിൽ ആനന്ദിക്കട്ടെ. അവർ തങ്ങളുടെ ശയ്യകളിൽ ഘോഷിച്ചുല്ലസിക്കട്ടെ. അവരുടെ വായിൽ ദൈവത്തിന്റെ പുകഴ്ചകളും അവരുടെ കയ്യിൽ ഇരുവായ്ത്തലയുള്ള വാളും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ സ്തോത്രം. ഈ വചനത്തിൽ കർത്താവ് നമ്മളെ ബോധിപ്പിക്കുന്നത് യഹോവയെ സ്തുതിപ്പിൻ, യഹോവയ്ക്ക് പുതിയൊരു പാട്ടും ഭക്തന്മാരുടെ സഭയിൽ അവന്റെ സ്തുതിയും പാടുവിൻ. ഭക്തന്മാര് എപ്പോഴും യഹോവയുടെ സന്നിധിയിൽ സ്തുതിക്കുവാൻ നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവനിൽ സന്തോഷിക്കട്ടെ. ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവനിൽ സന്തോഷിക്കട്ടെ. സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ. നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ആനന്ദിക്കാൻ കർത്താവ് പറയുകയാണ്. അവർ നൃത്തം ചെയ്തുകൊണ്ട് അവരെ നാമത്തെ സ്തുതിക്കട്ടെ. ദാവീദ് നൃത്തം ചെയ്തതുപോലെ നമ്മൾ ഓരോ ഭക്തന്മാരും സർവേശ്വരന്റെ പാദപീഠത്തിൽ നൃത്തം ചെയ്തുകൊണ്ട് അവന്റെ നാമത്തെ സ്തുതിക്കുവാൻ പറയുകയാണ്. തപ്പിനോടും കിന്നരത്തോടും കൂടെ അവന് കീർത്തനം ചെയ്യട്ടെ. തപ്പും കിന്നരത്തോടും കൂടെ അവനെ പാട്ടുപാടാൻ കർത്താവ് പറയുന്നു. യഹോവ തന്റെ ജനത്തിൽ പ്രസാദിക്കുന്നു. താഴ്മയുള്ളവരെ അവൻ രക്ഷ കൊണ്ട് അലങ്കരിക്കും. കർത്താവെ, ഞകളികളോടും ഗർവിക്കുന്നവരോടും ഡംഭം കാട്ടുന്നവരോടും യഹോവയ്ക്ക് അറപ്പും വെറുപ്പുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുണ്ട്. എന്നാൽ യഹോവ താഴ്മയുള്ളവരെ അവൻ രക്ഷ കൊണ്ട് അലങ്കരിക്കുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഭക്തന്മാർ മഹത്വത്തിൽ ആനന്ദിക്കട്ടെ. അവർ തങ്ങളുടെ ശയ്യകളിൽ ഘോഷിച്ചുല്ലസിക്കട്ടെ. നമ്മൾ ശയ്യകളിൽ സന്തോഷം കൊണ്ട് ആനന്ദിക്കട്ടെ എന്ന് കർത്താവ് പറയുന്നു. അവരുടെ വായിൽ ദൈവത്തിന്റെ പുകഴ്ചകളും അവരുടെ കയ്യിൽ ഇരുവായ്ത്തലയുള്ള വാളും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പിതാവിന്റെ വചനം ഏത് വായ്ത്തലയേക്കാളും ഇരുവായ്ത്തലയേക്കാളും മൂർച്ചയുള്ള വചനമെന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവൻ വായിൽ ദൈവത്തിന്റെ പുകഴ്ചകളും അവരുടെ കയ്യിൽ ഇരുവായ്ത്തലയുള്ള വാളും ഉണ്ടായിരിക്കട്ടെ. എന്നാൽ എപ്പോഴും ദൈവത്തിന്റെ വചനം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനങ്ങളെ പ്രബോധിപ്പിക്കാൻ പ്രിയ മാതാവിന്റെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ്. പ്രിയ മകളെ സഹായിച്ചല്ലോ കർത്താവെ. അതിലെ വചനപ്രകാരം ദൈവത്തിന് പുതിയ പാട്ട് പാടുവാൻ, ദൈവത്തിന്റെ സന്നിധിയിൽ ഘോഷിപ്പാൻ അപ്പാ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണം കർത്താവെ. വീണ്ടും നിന്റെ ദാസിയെ ബലപ്പെടുത്തണം, ശക്തീകരിക്കണം കർത്താവെ. അനേകർക്ക് പാലിലെ ദൈവവചനത്തിന്റെ ആത്മീയ മർമ്മങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം പുതിയ ശക്തിയാലും പുതിയ ബലത്താലും ദിനംതോറും നിറയ്ക്കേണ്ടതിന് പിതാവിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവെ. അവിടുന്ന് പ്രിയ മകളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി പ്രാർത്ഥിച്ച് ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. തുടർന്ന് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ കർമ്മേൽ പ്രെയർ ഗ്രൂപ്പിലുള്ള എല്ലാ ഫാമിലികൾക്കും എല്ലാ കുടുംബങ്ങളിലും ഉള്ള അവരുടെ തലമുറകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ആത്മീയ ഉയർച്ചയ്ക്ക് വേണ്ടി, ഭൗതിക നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായിട്ട് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയത്തിന് വേണ്ടി അമ്മാൾ ആന്റി പ്രാർത്ഥനയിൽ നമ്മളെ സഹായിക്കും. അമ്മളാൻറ്റി ഉണ്ടോ? സാറാമ്മ അച്ചാൻറ്റി? മ്യൂട്ട് ഓണാക്കാൻ പറഞ്ഞു. മ്യൂട്ട് ഓണാക്കി പ്രാർത്ഥിക്കേ. ആരും ഇല്ലെന്ന് തോന്നില്ലായിരുന്നു. എല്ലാവരും ഉണ്ട്. പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല ദൈവമേ കർത്താവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന കർത്താവേ. അപ്പച്ച, ഞങ്ങളുടെ കർമ്മ ഗ്രൂപ്പിലുള്ള എല്ലാ പ്രിയ കുടുംബങ്ങളെ ഈ സമയം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഈ ഗ്രൂപ്പ് തുടങ്ങിയ നിമിഷം മുതൽ കർത്താവേ, ഈ ദിവസം വരെ അപ്പ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത എല്ലാ ഫാമിലികളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഓരോ കുടുംബങ്ങളെയും ദൈവകരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ. അപ്പൊ ഓരോരുത്തരെയും ദൈവം സൂക്ഷിക്കണം, പരിപാലിക്കണം. അവരായിരിക്കുന്ന മേഖലകളിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ പുതിയ കർത്താവ് ദിനംതോറും അപ്പച്ച അങ്ങയുടെ കൃപയ്ക്കുള്ളിൽ ഓരോ കുടുംബങ്ങളെയും പുതിയണമേ. അവരുടെ ആത്മീയമായ, ഭൗതികമായ, ശാരീരികമായ, സാമ്പത്തികമായ വിഷയങ്ങളിൽ ദൈവത്തിന്റെ കരം അങ്ങയുടെ മക്കൾക്ക് അനുകൂലമായി വെളിപ്പെടേണ്ടതിന് വേണ്ടി അപ്പ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ദൈവം ഓരോ കുടുംബങ്ങളിലും ദൈവം ദാനമായി കൊടുത്ത എല്ലാ തലമുറകളെയും ഞങ്ങൾ ഓർത്ത്
പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, ജോലി, വിവാഹ ജീവിതം ഒക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ഓരോരുത്തരെയും ദൈവമേ അവിടുന്ന് അനുഗ്രഹിക്കണമേ, അവിടുത്തെ ചിറകടിയിൽ പൊതിയണമേ. വിശേഷാൽ കർത്താവ് എക്സാമുകൾ എഴുതുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഓർക്കുന്ന നല്ല ബുദ്ധിയും ജ്ഞാനവും ദൈവം കൊടുക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ എക്സാമിലും നല്ല വിജയം അപ്പ അങ്ങ് കൊടുക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവേ ഹാലേലിയ. വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പ ആവശ്യമായ ബലം, ശക്തി എല്ലാം ദൈവമേ അങ്ങയുടെ മക്കൾക്ക് ദൈവം കൊടുക്കണമേ, ആരോഗ്യം കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ജോലിയിലായിരിക്കുന്ന പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവരായിരിക്കുന്ന മേഖലയിൽ കർത്താവിന്റെ നല്ല സാക്ഷ്യം വഹിപ്പാന് ദൈവമേ, അവരായിരിക്കുന്ന മണ്ഡലത്തിൽ അനേകരെ ക്രിസ്തുവിന് വേണ്ടി നേടുന്ന ഒരു അഭിഷേകം ഓരോ മക്കളുടെ മേലും വ്യാപരിക്കേണ്ടതിന് ദൈവകരങ്ങളിൽ ഞങ്ങളുടെ എല്ലാ സഹോദരി സഹോദരന്മാരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അപ്പോൾ തന്നെ ഞങ്ങളുടെ മധ്യേ രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. ദൈവമേ, പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചവരുണ്ട് അപ്പച്ച. അവരെ ദൈവകരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. സാക്ഷാൽ അവൻ നമ്മുടെ വ്യാധികളെ ചുമന്ന് അവന്റെ അടിപ്പിണറാൽ സൗഖ്യം വന്നിരിക്കുന്നത് ഞങ്ങളുടെ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നാഥ, ഓരോ മക്കൾക്കും ആവശ്യമായ ആരോഗ്യം, ബലം, ശക്തി എല്ലാം ദൈവം കൊടുക്കണമേ. അത്ഭുതകരമായ സൗഖ്യം കർത്താവെ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ജോൺസൺ എന്ന ബ്രദറിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. മകൻ അത്ഭുതകരമായ ഒരു സൗഖ്യം ഈ ദിവസങ്ങൾ ദൈവം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വലിയൊരു സാക്ഷ്യം ദൈവമേ ആ കുടുംബത്തിൽ വെളിപ്പെടേണ്ടതിന് കർത്താവിന്റെ കരം ആ കുടുംബത്തിൽ പ്രിയ മകന് വേണ്ടി ചലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ബി പാസ്റ്ററിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന മകനും അത്ഭുതകരമായ സൗഖ്യം കൊടുക്കണം. ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വീണ്ടും ബലപ്പെടുത്തണം, സഹായിക്കണം, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഗ്രൂപ്പിൽ കടന്നു വരുന്ന കുടുംബങ്ങളിൽ വിവാഹപ്രായം എത്തിയ തലമുറകൾ ഉണ്ടല്ലോ അപ്പച്ച. അവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹാലേലൂയ. തക്കതായ തുണയെ ദൈവം ഒരുക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട നല്ല കുടുംബജീവിതം പിതാവേ അങ്ങയുടെ മക്കൾക്ക് കൊടുക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവര്, വിസയ്ക്ക് വേണ്ടി ഹാലേലിയ കാത്തിരിക്കുന്നവര് ദൈവമേ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടിരിക്കുന്നവരെ ഓർക്കുന്ന കർത്താവ്. അവർക്കെല്ലാം വേണ്ടി അത്ഭുതകരമായ വഴികളെ ദൈവം തുറക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ വിദേശ രാജ്യങ്ങൾ പഠനത്തോടുള്ള ബന്ധത്തെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം വഴികളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ ഞെരുക്കത്തിലിരിക്കുന്ന കുടുംബങ്ങളുണ്ട് കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ, നന്മകളെ ദൈവം കൊടുക്കണമേ. തക്ക സമയത്ത് ദൈവത്തിന്റെ കരങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ, കുടുംബത്തിൽ ഹാലേലൂയ പിന്മാറ്റത്തിന്റെ അവസ്ഥയിലായിരിക്കുന്നവരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് അവരെ തൊടണമേ കർത്താവെ. അങ്ങ് മടക്കി വരുത്തണമേ. കുടുംബമായി ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കഴിയാതായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ അപ്പച്ച. ദൈവത്തിന്റെ ആത്മാവ് ആ കുടുംബങ്ങളോട് ഇടപെടേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഈ ദിവസങ്ങളിൽ കുടുംബമായി കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്ന് വിടുതലുകൾ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവമേ ഓരോ പ്രിയപ്പെട്ടവരെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ മീറ്റിംഗിൽ കടന്നു വന്ന് ശുശ്രൂഷിച്ച എല്ലാ അഭിഷിക്തന്മാരെ ഞങ്ങൾ ഓർക്കുന്ന കർത്താവെ. ദൈവമേ, അവരെ വീണ്ടും ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. ഓരോ മീറ്റിംഗിലും പുതിയ അഭിഷേകത്തോടെ പുതിയ ശക്തിയോടെ അങ്ങേ ആരാധിപ്പാൻ ശുശ്രൂഷിപ്പാൻ അങ്ങയുടെ അഭിഷിക്തന്മാരെ ബലപ്പെടുത്തണം. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം, അവരുടെ സഭകളെ അനുഗ്രഹിക്കണം. അപ്പൊ അവരുടെ ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ, ഹാലേലൂയ. ലോക രാജ്യങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹാലേലൂയ. കർത്താവിന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ വിവിധ ഇടങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ അഭിഷിക്തന്മാരെ കുടുംബമായി ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൂട്ടമായ ആത്മാക്കൾ വിടുവിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇന്ത്യയുടെ ഉണർവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. വിശേഷാൽ നോർത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ കർത്താവിന്റെ വേലയിലൂടെ ആയിരിക്കുന്ന അഭിഷിക്തന്മാര് കുടുംബമായി ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഷ്ടതയിലും പീഡനത്തിലും ആയി കർത്താവെ ദൈവത്തിന്റെ വേലയിലായിരിക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളോട് ദൈവം കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സുവിശേഷം എല്ലായിടത്തും എത്തിപ്പാൻ ദൈവം അവരെ ബലപ്പെടുത്തണം, സഹായിക്കണം. ജയിലറുകൾ കിടക്കുന്ന അഭിഷിക്തന്മാരുണ്ട് കർത്താവ്. ഈ ദിവസങ്ങളിൽ അവർക്കൊരു വിടുതൽ ദൈവം കൽപ്പിക്കണമേ. അവരുടെ ശുശ്രൂഷകൾക്ക് ഒരു മുടക്കം വരുവാൻ ദൈവം ഇടവരുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അങ്ങയുടെ സുവിശേഷം എല്ലായിടത്തും എത്തപ്പെടുവാൻ തക്കവണ്ണം ആത്മാവിന്റെ കരം എല്ലായിടത്തും പ്രവർത്തിക്കണം. ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിലും വലിയ ഉണർവ് ദൈവം അയക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അപ്പൊ ആ ദൈവമേ, യൗവനക്കാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിരിക്കുന്ന തലമുറകളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദിവസങ്ങളിൽ ദൈവമേ, നീ അവരെ തൊടണമേ. അവർക്കൊരു മടങ്ങി വരവ് ദൈവം കൽപ്പിക്കണമേ. ദൈവ ഭയമുള്ള ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഒരു കുഞ്ഞു പോലും നശിച്ചു പോവാൻ എന്റെ ദൈവം ഇടവരുത്തല്ലേ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് ദൈവമേ, നീ അവരെ ആകർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടം
കൂട്ടമായി യൗവനക്കാര് വിടുവിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ ഇടയിൽ ശക്തമായ മിനിസ്ട്രികൾ വെളിപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. ആരും നശിച്ചു പോവാൻ എന്റെ ദൈവം ഇടവരുത്തലേ എന്ന് പ്രാർത്ഥിക്കുന്ന ആത്മഹത്യയുടെ ചിന്തയിലായിരിക്കുന്ന കുടുംബങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു, വിടുവിക്കണമേ. കടഭാരമുള്ളവരെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. നീ അത്ഭുതകരമായ വഴികളെ തുറന്നവരെ അനുഗ്രഹിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വലിയ ഉണർവ് ഈ ദിവസങ്ങളിൽ ഓരോ ഇടങ്ങളിൽ നടക്കുവാനപ്പ നീ സഹായിക്കണമേ. കർമ്മേൽ ഗ്രൂപ്പിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇത്രത്തോളം ദൈവമേ നീ മാനിച്ചു കർത്താവെ. നിന്റെ സാന്നിധ്യം ഓരോ മീറ്റിംഗിലും വെളിപ്പെടുത്തി ദൈവമേ. ഇത് കടന്നു വന്ന ഓരോ പ്രിയപ്പെട്ടവരെ അപ്പച്ച നീ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതിനാ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഈ ദിവസങ്ങളിൽ അപ്പ ഈ ഗ്രൂപ്പിൽ കടന്നു വരുന്നത് ഓരോ പ്രിയപ്പെട്ടവർക്കും വലിയ വിടുതലായി മാറണം, അനുഗ്രഹമായി മാറണം അപ്പ. ഏതൊക്കെ വിഷയത്തോടെ നിന്റെ മക്കള് കർത്താവെ വാഞ്ചയോടെ ദൈവമേ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന കർത്താവെ, അവരുടെ എല്ലാം വിഷയങ്ങളെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ശക്തമായി ഇടപെടേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ അനേകരെ കണ്ണുനീരിനെ ദൈവം തുടയ്ക്കണമേ കർത്താവെ. തകർന്നിരിക്കുന്ന ഹൃദയങ്ങളെ ദൈവമേ അവിടുന്ന് പണിയണമേ കർത്താവെ. നിരാശകളെ ദൈവം മാറ്റണമേ, കണ്ണുനീരിനെ ദൈവം തുടയ്ക്കണമേ. ആത്മാവിൽ ഓരോരുത്തരെയും അവിടുന്ന് ബലപ്പെടുത്തണമേ കർത്താവെ. ഞങ്ങളുടെ സന്നദ്ധിൽ ഓരോ പ്രിയപ്പെട്ടവരെ സ്ഥിരപ്പെടുത്തണമേ. ആദ്യമായി കടന്നു വരുന്ന കുടുംബങ്ങളെ ഞങ്ങൾ ഓർക്കുന്ന കർത്താവെ. അങ്ങയുടെ സുവിശേഷത്തിൽ വിശ്വസിപ്പാൻ, അങ്ങ് സ്ഥിരപ്പെടുവാൻ, അപ്പച്ച സ്നാനപ്പെടുവാൻ, അങ്ങയുടെ മക്കളായി തീരുവാൻ, അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ അവരുടെ മേൽ ദൈവം കൊടുത്ത് അനുഗ്രഹിക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആരും ദൈവമേ മടങ്ങി പോകുവാൻ എന്റെ ദൈവം ഇടവരുത്തില്ല. അങ്ങ് ആരൊക്കെ കർത്താവെ മീറ്റിംഗിൽ പങ്കെടുത്തു ദൈവമേ അവരെല്ലാം അനുഗ്രഹം പ്രാപിക്കുവാൻ, വിടുതലുകൾ പ്രാപിക്കുവാൻ, ദേശത്ത് വലിയ സാക്ഷ്യങ്ങളെ വഹിപ്പാൻ, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ, ആത്മനിറവിൽ കർത്താവിന്റെ നല്ല സാക്ഷ്യം വഹിപ്പാൻ ഓരോ കുടുംബങ്ങളെ അപ്പ അവിടുന്ന് സഹായിക്കേണ്ടതിന് അപ്പച്ചന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഇന്ന് രാത്രികാലവും ഈ മീറ്റിങ്ങിനെ ദൈവകരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്ന പിതാവ്. ഇത് കടന്നു വന്ന ഓരോ കുടുംബങ്ങളെയും പേരുപേരായി ഞങ്ങൾ ഓർക്കുന്നപ്പ. ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കണം. ഇന്നത്തെ മീറ്റിംഗ് വലിയ അനുഗ്രഹമായി മാറണമേ കർത്താവെ. കടന്നു വന്ന അഭിഷേകത്തിനെ ദൈവകരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് കർത്താവെ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് ശുശ്രൂഷിപ്പാൻ അവിടുന്ന് ബലപ്പെടുത്തണമേ. ആത്മാവിന്റെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. വ്യക്തിപരമായി ദൈവശബ്ദം കേൾപ്പാൻ അവിടുന്ന് സഹായിക്കണമേ കർത്താവെ. ഇന്നത്തെ ആരാധന ദൈവമേ ശുശ്രൂഷ വലിയ ഒരു ഉണർവായി മാറണമേ കർത്താവെ. അനേക ഹൃദയങ്ങളുടെ മുറിവുകളെ ദൈവം കെട്ടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പാ ദൈവമേ വലിയ സാന്നിധ്യത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് ശുശ്രൂഷിപ്പാൻ അങ്ങയുടെ അഭിഷേകത്തിനെ ശക്തീകരിക്കേണ്ടതിന് അപ്പച്ചന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ്. ഇതിൽ ജോയിൻ ചെയ്യുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ഈ മീറ്റിംഗ് വലിയ അനുഗ്രഹമായി വിടുതലായി തീരുവാൻ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്ന അടിയനെയും കുടുംബമായി സമർപ്പിക്കുന്ന കർത്താവ്. ഇത്രത്തോളം ദൈവം അനുഗ്രഹിച്ചു ദൈവമേ മാനിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ഹാലേലുയ. സ്തോത്രം ചെയ്യുന്നു. ഹാലേലുയ. വചന ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മുടെ മധ്യേ ദൈവം നിയോഗിച്ചയച്ചിരിക്കുന്നത് പാസ്റ്റർ മനോജ് ഹരിപ്പാടാണ്. ദേവദാസൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായിട്ട് അഭിഷേകത്തിനെ ആദരവോടെ ക്ഷണിക്കുകയാണ്. തീർച്ചയായും തന്നിലൂടെ ദൈവം നമ്മൾ ഓരോരുത്തരോടും ദൈവാത്മാവ് വ്യക്തപരമായി ഇടപെടുകയും പ്രാർത്ഥനയോടെ ആയിരിക്കാം. തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായിട്ട് പാസ്റ്ററെ മുന്നോട്ട് ആദരപൂർവ്വം മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കാണാൻ പറ്റുമോ? കേൾക്കാമോ ശബ്ദം? കാണാൻ പറ്റും. ഓക്കെ. ഞാനൊരു യാത്രയുടെ നടുവിലാണ്. പ്രിയപ്പെട്ടവരെ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അതിശക്തമായി ദൈവം നമ്മോട് ഇടപെടുന്ന ദിനങ്ങളാണ്. പ്രിയ ലീഡി എന്ന കർത്താവിന്റെ ദാസി പ്രിയ രശ്മി വിനോദിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. പ്രാർത്ഥനയിൽ സഹായിച്ചുകൊണ്ടിരിക്കുകയും ദൈവവേലയിൽ ചുമൽ കൊടുക്കുകയും ചെയ്യുന്ന എല്ലാ അഭിഷിക്ത ഗണങ്ങൾക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. നിങ്ങൾ ആവലോടെ ആയിരിക്കുന്നു എങ്കിൽ കർത്താവ് വലിയ കാര്യങ്ങൾ നിങ്ങൾ ഇരിക്കുന്ന റൂമിൽ ചെയ്യുവാനിടയാകും. സ്തോത്രം. സാഹചര്യങ്ങൾ അനുകൂലമല്ലായിരിക്കാം, എന്നാൽ സർവശക്തന്റെ മുൻപിൽ നാം അനുസരണയുള്ളവരായിരിക്കാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രാരംഭമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ആത്മാവിൽ ഉത്ബോധനം ചെയ്യുകയും ചെയ്യുന്നു. പ്രിയ ബിന്ദു സിസ്റ്ററിനായിട്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ബിന്ദു വിജയനായിട്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സുശീല രവിക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് 149 സങ്കീർത്തനം വായിപ്പാൻ ദൈവം സഹായിച്ചല്ലോ. ദൈവവേലയിൽ ചുമൽ കൊടുപ്പാൻ ആരാഗ്രഹിക്കുന്നോ അവരുടെ ജീവിതത്തിൽ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും. സ്തോത്രം.
അത്തിയിൽ കയറിയിരിക്കുന്നവരെ ദൈവത്തിന്റെ സമയത്ത് താഴെ ഇറക്കും. സ്തോത്രം. മറഞ്ഞിരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഫലം പുറപ്പെടുവിക്കണമെന്നുണ്ടെങ്കിൽ ഇലകളുടെ നടുവിൽ ഇരുന്നാൽ പോരാ, ഫലം പുറപ്പെടുവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിലിരിക്കണം. സ്തോത്രം. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് ചിലരെ ചേർക്കുവാൻ, ഇടുക്കുവാതിലൂടെ കടപ്പാൻ തക്കവണ്ണം ദൈവം ഓരോരുത്തരെ മാടി വിളിക്കുന്ന ദിനങ്ങളാ. സ്തോത്രം. പെന്തക്കോസ്ത് കോളത്തിന്റെ അഭാവം എന്തുവാണെന്ന് നമുക്ക് തന്നെ അറിയാം, ഇല്ലേ? നമ്മൾ ഒത്തിരിയും കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. ചുറ്റുപാടുകളെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കർത്താവിനോടുള്ള ഉടമ്പടി നമുക്ക് നിറവേറ്റാനായിട്ട് സാധിക്കത്തില്ല. ഒരു കാര്യം ഞാൻ ആഴത്തിൽ നിങ്ങളോട് ഉത്ബോധിപ്പിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപേ കർത്താവ് വാഹനമേറാൻ പ്രവചിച്ചിട്ട കഴുതമേലാണ് കർത്താവ് വാഹനമേറിയത്. സ്തോത്രം. ക്രിസ്തു ജനിക്കുന്നതിന് മുൻപ് അനാദിയും ശാശ്വതവുമായിരുന്ന പ്രതലത്തിൽ നിന്നും സർവത്തിനെയും ഉളവാക്കുന്നതിന് മുൻപേ നിർമ്മിച്ച കഴുതമേൽ ആണ് കർത്താവ് വാഹനമേറിയത്. സ്തോത്രം. എന്നെയും അഖിലാണ്ടം ഉണ്ടാക്കുന്നതിന് മുൻപേ പേർ ചൊല്ലി വിളിച്ച ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ എന്നെ ദൈവം സഹായിച്ചതിനാൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞാൻ എന്നെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് മനോജ് ഹരീന്ദ്രൻ നായർ എന്നാണ്. അപ്പൻ്റെ പേര് ഹരീന്ദ്രൻ നായർ, അമ്മയുടെ പേര് സരസമ്മ. എനിക്കൊരു സഹോദരനുണ്ട്, വിനോദ് എന്നാണ് പേര്. ഒരു സിസ്റ്ററുണ്ട്, ധന്യ എന്നാണ് പേര്. എനിക്ക് ഒരു ഭാര്യയും 2 ആൺമക്കളും ഉണ്ട്. സ്തോത്രം. സന്ധ്യ എന്നാണ് പേര്. മൂത്ത മോന്റെ പേര് ഏബൽ മനോജ്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഈ വർഷം 25-ലെ 10ാം ക്ലാസ്സിലേക്ക് പോകുന്നു. ഇളയാള് എയ്ഡൻ മനോജ്, അദ്ദേഹം 4ാം ക്ലാസ്സിലോട്ട് കയറിയിരിക്കുന്നു. ഞങ്ങൾ കുടുംബമായിട്ട് ഈ ഡിവൈസിലുണ്ട്. സ്തോത്രം. കർത്താവ് ഞങ്ങളെ വഴി നടത്തുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന സപ്പോർട്ടും കർത്താവിലുള്ള ആശ്രയവും കൊണ്ട് മാത്രമേ നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതാണ് എൻ്റെ ചെറിയ കുടുംബം. ജോലിയോടുള്ള ബന്ധത്തിൽ കുവൈറ്റ് പട്ടണത്തിലായിരിക്കുന്നു. കിട്ടുന്ന സമയമെല്ലാം കർത്താവിന് വേണ്ടി ചിലവഴിക്കുന്നു. ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ കാവലായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഒട്ടനവധി മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ദൈവസഭ പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്. സ്തോത്രം. ഒത്തിരി സാക്ഷ്യങ്ങൾ പറയണമെന്നുണ്ട്. പറഞ്ഞാൽ തീരാത്ത ദാനം നിമിത്തം കർത്താവിന് വേണ്ടി ഇനിയും ഓടുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കാലുകൾക്ക് ബലം തരുവാൻ, നമ്മൾ കിടക്കുന്ന വാഗ്ദത്തങ്ങൾ നിറവേറുവാൻ ഒട്ടനവധി ഉണ്ട്. പോയതിനെ വിചാരിച്ച് നനച്ചിരിക്കാതെ സ്വർഗത്തിലെ ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തീകരണത്തിന് വേണ്ടി നമ്മൾ ഒരു സ്റ്റെപ്പ് മുൻപോട്ട് വെക്കണം. സ്തോത്രം. പ്രിയ ഗ്രേസി ആന്റിക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഈ ഡിവൈസിലുള്ള ആരെയും എനിക്ക് അറിയത്തില്ല. എന്നെ ആർക്കെങ്കിലും അറിയാവോ? ആർക്കെങ്കിലും അറിയാവോ? ഇല്ല. സ്തോത്രം. ഗ്രേസി ആന്റിക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. പക്ഷെ എല്ലാം അറിയുന്ന ദൈവം നമ്മുടെ നടുവിലുണ്ട്. സ്തോത്രം. നമ്മുടെ നടുവിൽ ദൈവം വസിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ ഉണ്ട്. സ്തോത്രം. ഞാൻ ഇങ്ങനെ ഈ ഡിവൈഷനെ നോക്കി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു സാധാരണ വിശ്വാസിയായിട്ട് ഇരിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. കാര്യം, അസാധാരണമായ ദൈവത്തിന്റെ പ്രവർത്തികൾ ഈ നാളുകളിൽ ചെയ്തെടുക്കേണ്ടുന്ന അഭിഷിക്ത ഗണങ്ങളാണ് ഈ ഡിവൈസിലെല്ലാം ഇരിക്കുന്നത്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. സ്തോത്രം.
ഞാൻ ഒന്നുകൂടെ അടിവരയിട്ട് പറയുന്നു, ദൈവത്തിനു വേണ്ടി ആര് നിൽക്കുന്നോ അവരുടെ കാര്യങ്ങൾ ദൈവം ഭംഗിയായി, ചന്തമായി, ഉചിതമായി ചെയ്തെടുക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഇതിനകത്തിൽ പല വ്യക്തികളും കണക്ക് കൂട്ടലുകൾ പിഴച്ച് കണക്ക് കൂട്ടും തോറും വർധനവ് സംഭവിച്ച്, വർധനവാണെന്ന് കരുതി കുറവ് സംഭവിച്ച്, കണക്ക് കൂട്ടി ആകാശത്തിലെ നക്ഷത്രം എണ്ണുന്ന രീതിയിൽ കാറ്റടിച്ച് നിൽക്കുന്ന ഒരു പടക് സമുദ്രമധ്യേ ലക്ഷ്യമില്ലാതിരിക്കുന്നത് പോലെ ചില ഇരിപ്പുകളെ മാറ്റുവാൻ, ചില ചലനങ്ങൾ സംഭവിപ്പാൻ ഈ സായം സന്ധ്യയിൽ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. ആർ അതിന് ചുവടുവെടുക്കുന്നോ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, സ്തോത്രം, ആത്മീയ ജീവിതം എന്ന് പറയുന്നത് വ്യക്തിപരമായ ജീവിതമാണ്. ദൈവവും മനോജും തമ്മിലുള്ള ബന്ധമാണ്. ദൈവവും ബിന്ദുവും തമ്മിലുള്ള ബന്ധമാണ്. ദൈവവും സുശീലാന്റിയും തമ്മിലുള്ള ബന്ധമാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞതിന്റെ ആഴം മനസ്സിലായോ? ദൈവത്തിന് വേണ്ടി ചിലത് നിൽക്കുന്നുവെങ്കിൽ, ദൈവത്തിന് വേണ്ടി ചില ഉടമ്പടികൾ പുതുക്കുന്നുവെങ്കിൽ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും. സ്തോത്രം. ചില തകർച്ചകളുടെ നടുവിൽ ചിലത് പണിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. ഞാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ വിലപ്പെട്ട സമയമാണ് ഞാൻ കർത്താവിന് വേണ്ടി മാറ്റിവെക്കുന്നത്. ആ വിലപ്പെട്ട സമയം വിലയേറിയ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും കൈപിടിച്ച് കഴിയുവാൻ എനിക്ക് സാധിച്ചുവെങ്കിൽ, പരിശുദ്ധാത്മാവ് എനിക്ക് തുണ നൽകിയിട്ടുണ്ടെങ്കിൽ ഞാൻ സന്തോഷവാനാണ്. സ്തോത്രം. നിങ്ങൾ ആവലോടെ, കൊതിയോടെ ആയിരിക്കുന്നുവെങ്കിൽ ദൈവം ചില വ്യക്തികളെ ഇന്ന് രൂപാന്തരപ്പെടുത്തും. സ്തോത്രം. ചില പൊട്ടലുകൾ, ചില ചിന്നലുകൾ ചില വ്യക്തികളിൽ സംഭവിച്ച് ആകൃതിയാകാൻ പോകുകയാണ്. സ്തോത്രം. രൂപം സംഭവിക്കാൻ പോകുകയാണ്. ചിലതിന്മേൽ നരമ്പ് വെച്ച് പിടിപ്പിക്കാൻ പോകുകയാണ്. സ്തോത്രം. ചില തകർന്നതിനെ പണിയുന്ന ദൈവമാണ്. സ്തോത്രം. ഇതിനെല്ലാം ഒരു മടങ്ങി വരവ്, ഒരു ഉടമ്പടി അനിവാര്യമാണെന്ന് ഞാൻ പ്രാഥമിക നിമിഷത്തിൽ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുകയാണ്. സ്തോത്രം. തകർന്നു കിടക്കുന്നതിനെ പണിയുവാനാണ് എൻ്റെ കർത്താവ് വന്നത്. സ്തോത്രം. ലോകം ഒരു പക്ഷേ പണിയത്തില്ല, കൂടുതൽ തകർക്കാൻ നോക്കും, വലിച്ചു കുപ്പയിലെറിയും. പക്ഷെ എൻ്റെ ദൈവം അത് കരങ്ങളിലെടുത്താൽ രൂപം മാറാൻ പോകുകയാണ്, ആകൃതി മാറാൻ പോകുകയാണ്. സുഗന്ധം പരത്തുന്ന ദൈവീക ശുശ്രൂഷയുടെ നടുവിൽ എൻ്റെ ദൈവം ജീവനുള്ള ദൈവമെന്ന് സാക്ഷീകരിപ്പാൻ ആരെ പദം മുന്നോട്ട് വെക്കുന്നോ, തീരുമാനമെടുക്കുന്നോ അവരെ ഈ 2025 ശുശ്രൂഷയിൽ കാണുവാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. സ്തോത്രം. അങ്ങനെയുള്ളവരുടെ ശ്രുതി പകരും. അനേക പേർ നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിൽ വന്ന് കർത്താവിന് ആവശ്യമുള്ളവരായി നിത്യതയുടെ തുറമുഖത്തെത്തുവാൻ പരിശുദ്ധാത്മാവ് ഏവരെയും സഹായിക്കും. സ്തോത്രം. വീഡിയോ ഓണാക്കിയാലും ഞാൻ പ്രസംഗിക്കും, വീഡിയോ ഓണാക്കിയാലും ഓഫാക്കിയാലും ഞാൻ പ്രസംഗിക്കും. ഏറ്റെടുക്കുക എന്നുള്ളതാണ് എന്റെയും നിങ്ങളുടെയും ഏറ്റവും വലിയ പരമമായ ലക്ഷ്യം. സ്തോത്രം. ഒരുപക്ഷെ ഡിവൈസിൽ നിങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് സർവശക്തൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സ്തോത്രം, അപ്പന്റെ ഗൃഹബിംബം എടുത്തു വന്ന് അതിൽ കയറിയിരുന്ന് കളവു പറഞ്ഞ വ്യക്തിക്ക് സംഭവിച്ചത് ജീവിതത്തിന്റെ നടുവിൽ നമുക്ക് സാക്ഷ്യമായിരിക്കട്ടെ. സ്തോത്രം. ഒരുപക്ഷെ വ്യക്തികളെ കബളിപ്പിക്കാം,
വ്യക്തികളോട് കള്ളത്തരം കാണിക്കാം, എന്നാൽ സർവശക്തന്റെ മുൻപിൽ നഗ്നവും മലർന്നതുമാണ്. സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലായി? കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ട്. സ്തോത്രം. എന്നിൽ ഏൽപ്പിക്കുന്ന ദൈവിക ശുശ്രൂഷ ഞാൻ ഇവിടെ എന്നോട് പറഞ്ഞ സമയത്തിനകത്ത് ഞാൻ നിർത്തും. അത് അനുഗ്രഹമാകണമെങ്കിൽ അന്തരീക്ഷത്തിലൂടെ ചലിക്കുന്ന ദൈവത്തിന്റെ വചനം നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്ന ഇരിപ്പിടത്തിന് സമീപം വരുമ്പോൾ 600,000 ജനതയുടെ നടുവിൽ നശിച്ചു പോകുന്ന ജനത്തിനെ നയിച്ച ഒരു മോശയുടെ കരച്ചിൽ നിമിത്തം, സ്തോത്രം, ഭക്ഷിപ്പാൻ ആഹാരമില്ലാതെ വിലപിച്ച് കൂടാരമടിച്ച ഇടത്ത് സമുദ്രത്തിൽ നിന്നും പറപ്പിച്ച കാടപ്പക്ഷിയെ കുറ്റിയടിച്ച് നാട്ടിയ കൂടാരത്തിന് തൊട്ടു മുൻപിൽ ഓരോ വ്യക്തികളും പിടിക്കത്തക്ക രീതിയിൽ കൈക്ക് ഇണങ്ങുന്ന രീതിയിൽ കൊണ്ടു നിർത്തുന്ന കാടപ്പക്ഷിയെ പിടിക്കുവാൻ ആര് വ്യഗ്രത കാട്ടുന്നോ ആ കാടപ്പക്ഷി ഭക്ഷിച്ചാൽ കൊളസ്ട്രോൾ ഉണ്ടാവത്തില്ല, ഷുഗർ ഉണ്ടാവത്തില്ല, ദീർഘദൂരം നടക്കുവാനുള്ള ബലം ലഭിക്കും. സ്തോത്രം. കാലിന് ക്ഷീണം സംഭവിക്കത്തില്ല, ചെരുപ്പ് തേഞ്ഞു പോകത്തില്ല, വസ്ത്രം പഴകത്തില്ല. കാരണം എന്താണെന്നറിയാവോ? ഒരു മോശയുടെ ചോദ്യമാ. ജനനത്തിങ്കൽ തന്നെ വിക്കനായിരുന്ന മോശയാ ദൈവത്തിന്റെ സന്നിധിയിൽ പറയുക, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാണെന്ന്. സ്തോത്രം. ആര് സമർപ്പിക്കുന്നോ അവരുടെ ഗതി മാറും, അവരുടെ അവസ്ഥ മാറും. ഒരുപക്ഷെ അവസ്ഥ കണ്ട് പ്രസാദിക്കുന്ന ദൈവമല്ല, വ്യവസ്ഥയോടുകൂടി കാര്യം ചെയ്യുന്ന, വിചാരണ ചെയ്യുന്ന ദൈവത്തിന്റെ കരങ്ങളിലാണ് ഞാനും നിങ്ങളും. കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. അവസ്ഥ കണ്ട് മനസ്സലിയുന്ന ഒരു ദൈവമല്ല ഞാൻ എന്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്നത്. സ്തോത്രം. വ്യവസ്ഥ പാലിക്കുന്നവർക്ക് വേണ്ടി ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും. 600,000 ജനതയുടെ പലായനത്തിങ്കിൽ മോശ നിന്ന് കരഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നിന്റെ കരത്തിൽ എന്താണ് ഇരിക്കുന്നത്? അതാ കടലിന്മേൽ നീട്ടുക. സ്തോത്രം. കടലിന്മേൽ നീട്ടുമ്പോൾ അസാധ്യമായതിനെ സാധ്യമാക്കുവാൻ മോശയെ ഉപയോഗിച്ച ഉപകരണമാണ് വടി. സ്തോത്രം. വടിമേൽ വ്യാപരിച്ച ദൈവത്തിന്റെ ശക്തി ചെങ്കടലിനെ പിളർന്നെങ്കിൽ പുതിയ നിയമ ശുശ്രൂഷകളായിരിക്കുന്ന നമ്മുടെ നടുവിൽ, നമ്മുടെ ശരീരമെന്ന മന്ദിരത്തിൽ പരിശുദ്ധാത്മാവിനെ എത്രയധികം പകരുന്നു. പഴയ നിയമത്തിൽ, സ്തോത്രം, വസ്തുക്കളിന്മേലും യാഗത്തിന്മേലും ദൈവത്തിന്റെ പ്രസാദം ഇറങ്ങിയപ്പോൾ യാഗവസ്തു ദഹിച്ചെങ്കിൽ പുതിയ നിയമ പ്രമാണത്തിൽ ക്രിസ്തു ആകുന്ന പെട്ടക ഉള്ളിലിരിക്കുന്ന വ്യക്തികളിൽ അത്ഭുതം ചെയ്യും. വിലയേറിയ വിശ്വാസം അതിന്റെ തികവിലേക്ക് അത്ഭുതമായി മാറും. ശരീരത്തിന്റെ രോഗാവസ്ഥ മാറും, നാവിന്റെ ചലനമുണ്ടാവും. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ദൈവം ആഗ്രഹിക്കുന്ന ആകൃതി ദൈവമാക്കി തീർക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ചില രോഗികൾ സൗഖ്യമാകാൻ പോവാ. എന്നോട് കർത്താവ് പറയുന്നത്, ചില കിടപ്പ് രോഗികളെ ദൈവം ഇന്ന് എഴുന്നേൽപ്പിക്കും. സ്തോത്രം. ആർക്കെങ്കിലും പ്രചോദനം ലഭിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരു അല്പം വെള്ളം ഉപ്പിട്ട് നിങ്ങളുടെ സമീപത്ത് കൊണ്ടുവന്ന് വെക്കുക. വെച്ചിട്ട് പ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങൾ പാനം ചെയ്യുക. സ്തോത്രം. എണ്ണ പൂശി അഭിഷേകത്തോടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ കൊണ്ടുവന്ന് സമീപം വെക്കുക, പ്രാർത്ഥിക്കുക. ജീവിതത്തിന്റെ നടുവിൽ അത്ഭുതം അതിലൂടെ സംഭവിക്കും. വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുന്ന പ്രാഥമിക വഴികളെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കും. സ്തോത്രം. 2008 ഈ ലോകത്തോട് വിട പറഞ്ഞ് 2.5 വർഷം തളർന്ന് നിർജ്ജലീകരണമായി കിടന്ന ബുദ്ധിഭ്രമം സംഭവിച്ച ഹരീന്ദ്രൻ നായരുടെയും സരസമ്മയുടെയും മൂത്ത മകനാണ്
ഈ ഇരിക്കുന്നത്, പാരലൈസായി 2.5 വർഷം കിടന്നവൻ. സ്തോത്രം. 1975 ഒക്ടോബർ മാസം 13 ജനിച്ചു. 3-ാം വയസ്സിൽ RSSന്റെ കുപ്പായമിട്ട് ദൈവജനത്തെ മുടിക്കുവാൻ തക്കവണ്ണം 2007 അവസാന കാലഘട്ടത്തിൽ വെച്ച് സ്വന്തം മാതാവിനെയും പിതാവിനെയും സഹോദരങ്ങളെയും സ്വന്തം ഭവനത്തിൽ നിന്ന് ഇറക്കി വിട്ട ശേഷം അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നത് പോലെ ചെറിയൊരു ശൗലായിരുന്നു നിങ്ങളുടെ മുൻപിൽ ഈ നിൽക്കുന്നത്. സ്തോത്രം. അനവധി കേസുകളുണ്ട്, നിരവധി കേസുകളുണ്ട്. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. കർത്താവിനെ സ്നേഹിച്ചതുകൊണ്ട് ആപത്ത് അനർത്ഥങ്ങളിൽ നിന്നും അംഗവൈകല്യമില്ലാതെ നാളെയുടെ നീളയിൽ കർത്താവിനെ പ്രസംഗിപ്പാൻ, കർത്താവിനെ ജീവിതത്തിൽ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകനായിരിക്കാൻ ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ടാണ് ഒരു ശത്രുവിനും കൈവെക്കുവാൻ അവകാശം കൊടുക്കാതെ ക്രിസ്തുവിന്റെ കരങ്ങളിൽ കൺമണി പോലെ കാത്തു സൂക്ഷിച്ചത്. സ്തോത്രം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യം ചെയ്യും. സ്തോത്രം. ഞാനൊരു ഹൈന്ദവ ഭവനത്തിൽ ജനിച്ചതാണ്. ക്രിസ്തുവിനെ പല ദേവന്മാരുടെയും കൂട്ടത്തിൽ ഫോട്ടോ വെച്ച് ആരാധിച്ച് ചന്ദനത്തിരിയും മെഴുകുതിരിയും എല്ലാം വെച്ച് കത്തിച്ചു വന്ന ആളാ. പക്ഷെ അവിടെയൊന്നും ദൈവം പ്രസാദിച്ചില്ല. അമ്പലത്തിൽ പറക്കെഴുന്നള്ളിക്കുന്ന ആളാ. സ്വന്തമായി കാവും മറ്റു കാര്യങ്ങളും ഉണ്ട്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ എവിടെയും കയറി എന്തും ചെയ്യും. സ്തോത്രം. കായിക ബലമുണ്ട്. കർത്താവ് എന്നെ തൊടുവാനിടയായി. നാം എന്തിലാണോ അഹങ്കരിക്കുന്നത് അതിൽ കർത്താവ് തൊടും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? കർത്താവിനെക്കാട്ടിലും കൂടുതൽ ഏതിനെയാണോ നാം സ്നേഹിക്കുന്നത് അതിനെ ദൈവം എടുത്തു മാറ്റി ബിഗ് സീറോ ആക്കിയിട്ട് ദൈവം നമ്മെ പണിയുവാനിടയാകും. 2008 സമർപ്പിച്ചു തളർന്നു കിടന്ന എന്നെ ദൈവം ക്രമേണ എഴുന്നേൽപ്പിച്ച് ഞാൻ എവിടേക്കാണോ കൂട്ടായ്മ പൊളിച്ചത്, ഏത് ദൈവദാസന്മാരെയൊക്കെയാണോ അടിച്ചിട്ടുള്ളത്, ഏത് ദൈവദാസന്മാരെയാണോ പബ്ലിക്കായിട്ട് അവഹേളിച്ചത്, ഏത് ദൈവദാസന്മാരെയാണോ ഞാൻ വിശ്വസിക്കുന്ന ദൈവിക പ്രമാണം വെച്ച് തകർത്തു എന്ന് വലിയ ഡംബം കാട്ടിയ ഇടത്ത് പോയി പരസ്യമായി ക്ഷമ ചോദിച്ച് കർത്താവിന്റെ സന്നിധിയിൽ വന്നപ്പോൾ എന്റെ നരിയാണികളെ ഉറപ്പിച്ച ദൈവമാണ്. സ്തോത്രം. സർവമുട്ടും മടങ്ങും. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്തോത്രം, കർത്താവിന്റെ അടുക്കൽ വരാതെ നാം ശരിയാകത്തില്ല. ഹൃദയത്തിന്റെ ആഴത്തിൽ വെച്ചാ ഞാൻ പറയുന്നത്. സ്വന്തം അമ്മയെയും അപ്പനെയും സ്വന്തം ഭവനത്തിൽ നിന്ന് ഇറക്കി വിട്ട ഒരു മനുഷ്യനാ കർത്താവ് 2.5 വർഷം തളർത്തി കിടത്തി. ആ മാതാവ് തന്ന ജലപാനീയം ഉപയോഗിച്ചാണ് ഞാൻ ആ 2.5 വർഷം കിടന്ന്. എന്റെ പിതാവാണ് എന്റെ പ്രാഥമിക കാര്യങ്ങളെല്ലാം ചെയ്തത്. 108 കിലോയുള്ള ഒരു വ്യക്തി 42 കിലോയായി ശേഷിച്ച് 95 വയസ്സായ ഒരു അപ്പച്ചൻ എങ്ങനെ കിടക്കുന്നോ മരണശയ്യയിൽ, അതേപോലെ മൃതശരീരം കിടക്കുന്നത് പോലെ ഞങ്ങളുടെ ഹാളിൽ കിടത്തി 2.5 വർഷം എന്നെ ശുശ്രൂഷിച്ചു. ആരെ? ഞാൻ. അവർ ക്രിസ്ത്യാനി ആയതുകൊണ്ട്, പെന്തക്കോസ് ആയതുകൊണ്ട്, ഇറക്കി വിട്ടതുകൊണ്ട് ദൈവം എന്മേലുള്ള വാഗ്ദത്തം നിറവേറ്റുവാൻ അവരെ ദൈവം ഉപയോഗിച്ചു. സ്തോത്രം. ആരെങ്കിലും തകർന്നിട്ടുണ്ടോ കുഞ്ഞെ? ഞാൻ ഒരു കാര്യം ആഴത്തിൽ പറയാൻ പോവാ. ആർക്കെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നുന്നെങ്കിൽ നിങ്ങൾ ഈ നിമിഷം ഒന്ന് സമർപ്പിച്ചാട്ട്. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും. ഏറ്റുപറയാൻ പറ്റുന്നിടത്ത് നിന്ന് ഏറ്റുപറയുക. നേരിട്ട് കണ്ടുപോയി സംസാരിക്കാൻ പറ്റിയതെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠം. കർത്താവിന്റെ സന്നിധിയിൽ കരങ്ങൾ തുറക്കുമ്പോൾ നമ്മുടെ കൈ വിശുദ്ധമായിരിക്കണം.
സ്തോത്രം. ഓപ്പോസിറ്റ് നിൽക്കുന്നവർ എങ്ങനെയും ആയിക്കോട്ടെ, നമ്മുടെ കരം വിശുദ്ധമായിരിക്കണം. സ്തോത്രം. അങ്ങനെയെങ്കിൽ രോഗികൾ സൗഖ്യമാകും, തകർച്ചകൾ മാറും. ദൈവം ശ്രേഷ്ഠമായി നിർത്താൻ ഓരോ വ്യക്തികളെയും ആഗ്രഹിക്കുന്നു. ഞാൻ എന്നെ പറ്റി ചെറിയൊരു ഔട്ട്ലൈൻ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ആലപ്പുഴ ജില്ല, ഹരിപ്പാട്, കാർത്തികപ്പള്ളി താലൂക്കിൽ, പള്ളിപ്പാട് വില്ലേജിൽ, നങ്ങ്യാറുകുളങ്ങര മുറിയിൽ, വാലുപറമ്പിൽ ഭവനത്തിൽ ആണ് എൻ്റെ വീട്. മണിമലമുക്കിന് നേരെ വടക്കോട്ട് വരുമ്പോൾ 8ാമത്തെ വീട്. സ്തോത്രം. പല കർവാപ്പസിയും ഈ അഡ്രസ്സിൽ വന്നിട്ടുണ്ട്. പക്ഷേ ദൈവം പണിതതിനെ ദൈവം വാഗ്ദത്തത്തിൽ എത്തിക്കും. സ്തോത്രം. ഞാനപ്പോ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഘർ വാപ്പസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സ്വന്തം ഭവനത്തിലേക്ക് ഞാൻ തിരിച്ചു വന്നിരിക്കുക. ബിംബം ആരാധിച്ചുകൊണ്ടിരുന്ന ആ അവസ്ഥയിൽ നിന്നും മാറി കരങ്ങളാൽ നിർമ്മിച്ചവന്റെ സ്വന്തം ഭവനത്തിലേക്ക് വന്നു. പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ആ പ്രശ്നത്തെയും പ്രതിസന്ധികളെയും ഒറ്റപ്പെടലിനെയും ഓവർകം ചെയ്യാനുള്ള, മാറിപ്പോകാനല്ല, ഓവർകം ചെയ്യാനുള്ള ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് ദൈവം തരും. സ്തോത്രം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് പെട്ടെന്നൊരു വാക്ക് നമുക്ക് വായിക്കാം. എല്ലാവർക്കും സുപരിചിതമാണ്. ദൈവം സഹായിക്കട്ടെ. പ്രവൃത്തികളുടെ പുസ്തകം 28ാമത്തെ അധ്യായം, അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ, ആ പാരഗ്രാഫ് കംപ്ലീറ്റ് 6 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ശ്രദ്ധയോടെ വായിക്കും. ആരും പുസ്തകം തുറക്കണ്ട, എന്നെ നോക്കിക്കൊണ്ടിരിക്കണം. ഞാൻ ഉറങ്ങുന്നില്ലയോ എന്ന് നോക്കിയാൽ മതി. നിങ്ങൾ ആരും എന്നെ അങ്ങോട്ട് മാടി വിളിക്കരുത്, ഞാൻ ഉറങ്ങുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. പ്രവൃത്തികളുടെ പുസ്തകം 28ാമത്തെ അധ്യായത്തിന്റെ 1-ാം വാക്യം. രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേർ മിലീത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. അവിടുത്തെ ബർബറന്മാർ ഞങ്ങൾക്ക് അസാധാരണമായ ദയ കാണിച്ചു. മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെയൊക്കെയും കൈക്കൊണ്ടു. പൗലോസ് കുറെ വിറകു പെറുക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവന്റെ കൈക്ക് പറ്റി. ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ, ഈ മനുഷ്യൻ കൊലപാതകൻ, സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. എന്നോട് പറഞ്ഞേ, തമ്മിൽ പറഞ്ഞു. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞ് ദോഷമൊന്നും പറ്റിയിട്ടില്ല. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യും എന്ന് വെച്ച് അവർ കാത്തുനിന്നു. തമ്മിൽ പറഞ്ഞ് കാത്തുനിന്നു. വളരെ നേരം കാത്തുനിന്നു. കാത്തു നിൽക്കുക മാത്രമല്ല, വളരെ നേരം കാത്തുനിന്നു. അവന് ആപത്തൊന്നും സംഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സുമാറി അവൻ ഒരു ദേവൻ എന്ന് പറഞ്ഞു. കണ്ണുകളെ അടയ്ക്കാൻ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ക്രൂശിലൂടെ ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവേ, വീണ്ടും ഒരിക്കൽ കൂടെ തിരിച്ചറിഞ്ഞിലേക്ക് അടുത്തു വരുന്നു. സ്വർഗം ഞങ്ങളോട് സംസാരിക്കണമേ. പരിശുദ്ധാത്മാവ് അടിയങ്ങളോട് ഇടപെടണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളുടെ നടുവിൽ, ഞങ്ങളുടെ വേദന നടുവിൽ അവിടുത്തെ സാന്നിധ്യം, തണുപ്പ് അനുഭവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. കർത്താവ് സംസാരിക്കണമേ. കർത്താവെ, യാത്രയിലായിരിക്കുന്ന ചില അഭിഷിക്തന്മാരെ അവിടുന്ന് കാത്ത് പരിപാലിക്കണമേ. സ്വർഗം അനുഭവം ചെയ്യണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്വർഗീയ പിതാവേ, ആമേൻ. കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. സ്തോത്രം. ആർക്കെങ്കിലും ഉറക്കം വരുന്നുണ്ടോ? അവര് കരങ്ങളെ ഉയർത്തി കർത്താവിനെ, ഉറക്കം വരുന്നവരെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. കരങ്ങളെ ഉയർത്തി. ഹല്ലേലൂയ. ഒന്നുകൂടെ ഉറക്കം വരുന്നവരെ കൈകളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഉറക്കം വരുന്നവര് മാത്രം കൈകളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. ഞാൻ മാത്രമേ ഉറങ്ങുന്നുള്ളൂ. കർത്താവ് സഹായിക്കട്ടെ. അപ്പം അപ്പോസ്തല പ്രവൃത്തി 28ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞത് എന്താണ്, ആരോടാണെന്നെല്ലാം നമുക്ക് വ്യക്തമാണ്. അതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളിലേക്കൊന്നും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ക്രൈസ്തവ സഭയെ, അന്തോക്യ സഭയെ മുടിപ്പിപ്പാനായി അധികാരപത്രം വാങ്ങി ഗമാലിയേലിന്റെ പാദപീഠത്തിൽ നിന്നും പഠിച്ച് തികവ് പ്രാപിച്ച
ശൗൽ എന്ന വ്യക്തിയെ പറ്റിയാണ് അപ്പോസ്തല പ്രവൃത്തികൾ 28 അധ്യായങ്ങളിലും സിംഹഭാഗവും ഭൂരിഭാഗവും പ്രതിപാദിക്കുന്നത്. സ്തോത്രം. ഗമാലിയേലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ച് തികവ് പ്രാപിച്ച് നെഞ്ചും നെറ്റിയും കൊടുത്ത് ക്രൈസ്തവ കുലത്തെ മുടിപ്പാൻ ഇറങ്ങിത്തിരിച്ചവനാണ് ശൗൽ. ആ ശൗലിനെ ദൈവം ദമസ്കോസിന്റെ പടിവാതിക്കൽ സന്ദർശിച്ചപ്പോൾ അവൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്നെ ആരാണ് ഉപദ്രവിച്ചത്? ആ ചോദ്യത്തിന്റെ നടുവിൽ ഗമാലിയേലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ചതും സർവ്വതും ശൂന്യമായി തുറന്ന് കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത ഒരു മനുഷ്യനാണ് ശൗൽ. സ്തോത്രം. ആര് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു ഈ സമയം, അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി തുടങ്ങാൻ പോവാ. സ്തോത്രം. പ്രിയ സുശീല ആന്റി, ദൈവം ചില കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തെടുത്തത് എന്താണെന്നറിയാവോ? സ്തോത്രം. ചില ചോദ്യങ്ങളുടെ നടുവിൽ പലപ്പോഴും സ്തോത്രം ശത്രു തകർക്കാനായിട്ട് നോക്കിയ ചില മേഖലകളിൽ കർത്താവ് കരം പിടിച്ച് വഴി നടത്തിയ ദൈവമാ. സ്തോത്രം. ചില അന്ധതകൾ വരുത്തുവാൻ, ചില അന്ധതകൾ പിടിപ്പിക്കാൻ നോക്കിയ ജീവിതത്തിന്റെ നടുവിൽ ക്രിസ്തു സ്നേഹിച്ചതുകൊണ്ട് ക്രിസ്തുവിന്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ അമ്മയുടെ പേരെഴുതേണ്ടത് അനിവാര്യമായതുകൊണ്ട് സ്തോത്രം കാഴ്ച നഷ്ടപ്പെടാതെ ആന്തരിക മർമ്മം വെളിപ്പെട്ട ദൈവത്തിന്റെ തേജസ്സിലേക്ക് നിത്യയുടെ തുറമുഖത്തെത്തിപ്പാൻ ദൈവം വിളിച്ചു വേർതിരിച്ചതാ. സ്തോത്രം. പല ശ്രേഷ്ഠന്മാരും ഉള്ളവരുടെ നടുവിൽ ക്രിസ്തുവിന്റെ വെളിപ്പാട് പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരണം. സ്തോത്രം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം. ചിലതിനു വേണ്ടി കരയുന്ന കാഴ്ച ദൈവം എന്നെ കാണിക്കുന്നുണ്ട്. സ്തോത്രം. നഷ്ടപ്പെടലിന്റെ വക്കിൽ നിന്നും കർത്താവ് വലിച്ചെടുക്കുന്നതാ. എവിടെ നഷ്ടപ്പെട്ടു എന്നുള്ളതല്ല, എന്ത് നഷ്ടപ്പെട്ടു എന്നുള്ളതല്ല, കരയുന്നവരുടെ കണ്ണുനീരിനെ മറികടക്കാത്ത ഒരു ദൈവത്തെയാണ്, ഒന്നുകൂടെ ഞാൻ ആഴത്തിൽ പറയാം, ജീവനുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. സ്തോത്രം. കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ചിലത് കുടഞ്ഞു കളയണം ഈ ദിവസങ്ങളിൽ. ചിലത് ജീവിതത്തിൽ നിന്ന് കുടഞ്ഞു കളയുന്നെങ്കിൽ കർത്താവ് പുതിയ അഭിഷേകം, പുതിയ മുള കുടുംബത്തിൽ പൊട്ടുവാൻ, നിത്യതയുടെ പങ്കാളിയായി തീരുവാൻ, അടുത്തൊരു തലമുറയെ കണ്ടിട്ട് ഈ തന്ന ദാനമായിരിക്കുന്ന വസ്തു തിരിച്ചെടുക്കുകയുള്ളൂ. സ്തോത്രം. കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. നാം അനുഭവിച്ച, നമുക്ക് കിട്ടിയ ദൈവിക വെളിപ്പാട് അടുത്ത ബാറ്റൻ, അടുത്ത തലമുറയ്ക്ക്, അടുത്ത അവകാശിക്ക് കൊടുത്ത ശേഷം മാത്രമേ കർത്താവ് തന്ന ആരോഗ്യവും ശരീരവും ഈ മണ്ണിൽ ഉപേക്ഷിച്ചിട്ട് നിത്യയുടെ തുറമുഖത്തെത്തുവാനായിട്ട് നാം വെമ്പൽ കൊള്ളാവൂ. സ്തോത്രം. പലരും നോക്കി നിന്നു. ഇപ്പ വീഴും, ഇപ്പ വിയർക്കും. അവിടെയെല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ താങ്ങിയ ആ നിമിഷങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായി അന്ത്യം വരെയും ജീവിപ്പാൻ പ്രിയദാസിയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതിരുകളുടെ വിസ്താരം ഈ ദിവസങ്ങളിൽ സംഭവിക്കട്ടെ. ചില വിടക്ക് കണ്ണുകളെ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ശാസിച്ചകറ്റുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചില സൗഖ്യങ്ങൾ ശരീരത്തിൽ വ്യാപരിക്കട്ടെ. അന്ധകാരത്തിന്റെ മണ്ഡലങ്ങൾ നീങ്ങി, സ്തോത്രം, നോഹയോട് കൽപ്പിച്ച വാഗ്ദത്തം മഴയായി തീർന്നതുപോലെ പ്രിയ കർത്താവിന്റെ ദാസിയുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ ഈ ദിവസങ്ങളിൽ ഒരു തണുപ്പിന്റെ അനുഭവം ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഞങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. മഴ കാണാതിരുന്ന നോഹയ്ക്ക് ദൈവം വാഗ്ദത്തം കൊടുക്കുന്നതിന് മുൻപിൽ ആകാശവിധാനത്തിൽ വെള്ളത്തെ വേർതിരിച്ച ദൈവത്തിന്റെ സന്നിധിയിലാണ് ഞാനും നിങ്ങളും ഇരിക്കുന്നത്. സർവത്തെയും പണിയുന്നതിന് മുൻപേ, മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് മുൻപേ ആകാശവിധാനത്തെ രണ്ടായി വേർതിരിച്ച്
നോഹയോട് പറഞ്ഞു, പ്രളയം വരുന്നുണ്ട്, പ്രളയം വരുന്നുണ്ട്. സ്തോത്രം. പെട്ടകം പണിയാൻ ദൈവം എന്നെ ഏൽപ്പിച്ചു, പെട്ടകത്തിൽ കയറൂ കയറൂ. ആരും കയറിയില്ല. പക്ഷേ നോഹയും നോഹയുടെ കുടുംബവും കയറി രക്ഷപ്പെട്ട് 8 പെരുപ്പിച്ച ദൈവം. സ്തോത്രം. നോഹമേൽ കിടന്ന വാഗ്ദത്തം പിന്നീട് മഴ കാണാത്ത നോഹ മഴയായി പരിണമിച്ചപ്പോഴാണ് നോഹ പറഞ്ഞത് ശരിയാണെന്ന് വിചാരിച്ചത്. സ്തോത്രം. അവിടെ അങ്ങനെ നിൽക്കട്ടെ. സ്തോത്രം. പ്രിയ കർത്താവിന്റെ ദാസൻ എബി എബ്രഹാം പാസ്റ്ററെ, സ്തോത്രം. ചില കണ്ണുകളുടെ പ്രകാശനം ഈ ദിവസങ്ങളിൽ ചെതുമ്പൽ പോലെ തറയ്ക്കുന്ന സമയങ്ങൾ വിദൂരമല്ല. സ്തോത്രം. ആത്മീയ മണ്ഡലത്തിൽ ശുശ്രൂഷയ്ക്ക് വിളിച്ച വിളിക്കൊത്തവണ്ണം മുന്നേറുവാൻ കഴിയാതെ ചില അന്തരീക്ഷങ്ങളുടെ ജീവിതത്തിന്റെ നടുവിൽ, ചില രോഗങ്ങളുടെ നടുവിൽ, ചില അസ്വസ്ഥതകളുടെ നടുവിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ പലപ്പോഴും ആഗ്രഹമുണ്ട് ചെയ്യണമെന്ന്. സ്തോത്രം. ആവേശമുണ്ട്. പക്ഷെ അതിന് ഒരുമിച്ച് എനിക്ക് സാധിക്കുമോ, എനിക്ക് പറ്റുമോ എന്നുള്ളൊരു തോന്നൽ ജീവിതത്തിൽ നിന്നും മാറി അടുത്ത ശുശ്രൂഷ തലത്തിലേക്ക് ചുവടുവെക്കുവാൻ, തനിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ചിലതിന്മേൽ ജയമെടുക്കുവാൻ ക്രിസ്തുവിൽ ഒരു സഹോദരൻ എന്നുള്ള രീതിയിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ ആലോചന പറയുന്നു. സ്തോത്രം. ഈ ദിവസങ്ങളിൽ അടുത്തൊരു തലത്തിലേക്ക് കയറുവാൻ സമയമായി തങ്ങളെ കൊണ്ട് സാധിക്കും. താങ്കൾ നിൽക്കുന്ന മണ്ഡലം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുവാൻ, സഹശുശ്രൂഷകൾക്ക് കരം കൊടുക്കുവാൻ തക്കവണ്ണം ചില ദൈവിക പ്രവൃത്തികൾ 2025 ജൂൺ മാസം പ്രാഥമിക ആഴ്ചകളിൽ, സ്തോത്രം, കർത്തദാസനെ സമീപിക്കും. ചേർന്ന് നിന്ന് ദൈവവേലയ്ക്ക് ചുമൽ കൊടുക്കുന്നുവെങ്കിൽ, സ്തോത്രം, ചില തകർന്നതിനെ പണിയുവാൻ തക്കവണ്ണം പ്രത്യക്ഷമായ ചില അത്ഭുതങ്ങൾ കാണുവാൻ ദേശത്തിന്റെ നടുവിൽ ദൈവം ഉപയോഗിക്കും. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശാരീരികമായിരിക്കുന്ന, സ്തോത്രം, ഇടത്തും വലത്തുമായി നിൽക്കുന്ന സകല, സ്തോത്രം, രോഗത്തിന്റെ അവസ്ഥയെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്നു. ചില ശബ്ദങ്ങൾ കാതുകളിൽ കേൾക്കട്ടെ. ചില കണ്ണുകൾക്ക് കാഴ്ച പകരുവാൻ തക്കവണ്ണം, ചിലരുടെ ചെതുമ്പലുകൾ മാറ്റുവാനുള്ള ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ തന്നെ ചിലത് ചലിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശിരസിൽ അനുഭവിക്കുന്ന സകല ബുദ്ധിമുട്ടുകളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമായി വ്യാപരിപ്പാൻ തക്കവണ്ണം പ്രിയ അഭിഷിക്തദാസനെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത്ഭുതം ചെയ്യണമേ. ചോദ്യങ്ങളുടെ നടുവിൽ തളർന്നിരിക്കാതെ ദൈവം 2025 ദൈവം ഉപയോഗിക്കും. അടുത്ത കാലഘട്ടം നിങ്ങൾക്ക് വേണ്ടിയിട്ടാ. അടുത്തൊരു ശുശ്രൂഷ നിങ്ങളുടെ തലമാ. പലപ്പോഴും പലരോട് തോളത്ത് കൈയിട്ട് പലതും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം തള്ളി മാറ്റിയപ്പോൾ തമ്പുരാൻ കരങ്ങളിൽ താങ്ങിയത് കൊണ്ടാണ് ഇപ്പം അനുഭവിക്കുന്ന നന്മകൾ കരങ്ങളിൽ ലഭിപ്പാൻ ഇടയാക്കിയത്. സ്തോത്രം. ഇനിയും ദൈവം അനുഗ്രഹിക്കും. ദൈവത്തിന് വേണ്ടി നിൽക്കണം. ഈ ദിവസങ്ങളിൽ ദൈവത്തിനോട് ആലോചന ചോദിച്ച് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാവൂ. സ്തോത്രം. ചില കൂട്ടുകെട്ടുകൾ വരും ജീവിതത്തിൽ. ചേർന്ന് നിൽക്കണം ദൈവപ്രവൃത്തിയിൽ. ദൈവം ജൂൺ മാസം ഒരു അത്ഭുതം ചെയ്യും. ജീവിതത്തിൽ ശുശ്രൂഷ തലത്തിൽ വലിയൊരു അത്ഭുതം ചെയ്യും. ചില കൂട്ടുകെട്ടുകൾ ജീവിതത്തിൽ വരും. അഭിഷിക്തന്മാരുമായിട്ടുള്ള ശുശ്രൂഷകൾ ദൈവം ചെയ്യിപ്പാൻ ഇടയാകും. സ്തോത്രം. ദൈവം സഹായിക്കട്ടെ. അപ്പൊ അവിടെ പറഞ്ഞത് ചില കാത്തുനിൽപ്പുകളുണ്ട്. വഴിയിൽ പതുങ്ങിയിരിക്കുന്ന ചില ശക്തികളുണ്ട്. സ്തോത്രം. യേശുക്രിസ്തു കഴിഞ്ഞാൽ 14 ലേഖനം കൊണ്ട് അർത്ഥസമ്പുഷ്ടമായി അടുത്തൊരു ദേശത്തെയും അടുത്തൊരു തലമുറയെയും പിടിക്കാനുള്ള ദൈവത്തിന്റെ ശക്തിയാ പൗലോസിന്മേൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ കയറ്റി പറയാൻ പോവുകയാണ്. കർത്താവിന്റെ കൂടെ നടന്ന 12 ശിഷ്യന്മാർക്ക് ലഭിക്കാത്ത വെളിപ്പാടാണ് കർത്താവിൽ നിന്ന് പ്രാപിച്ച പൗലോസിന്റെ തലമേലും ചിന്തമേലും കിടക്കുന്നത്. പലരും ക്രിസ്തുവിൽ ചേർന്ന് നിന്നിട്ടുണ്ടാവും കർത്താവിന്റെ ദാസനെ. നമുക്ക് ദൈവം കിട്ടിയ വെളിപ്പാട് പരിപൂർണതയിൽ എത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് മാത്രമേ തുണയുള്ളൂ.
12 ശിഷ്യന്മാർ കൂടെ നടന്ന് അത്ഭുതം കണ്ട് അപ്പം തിന്ന് സ്തോത്രം മുൻപോട്ട് പോയവർക്ക് ലഭിക്കാത്ത ദൈവിക വെളിപ്പാടാണ് കർത്താവിൽ നിന്നു പ്രാപിച്ച പൗലോസ് അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടി. ഒന്നുകൂടെ ഞാൻ ഇറക്കി പറയാൻ പോവാ. അടുത്തൊരു രാജ്യത്തിന് വേണ്ടി, അടുത്തൊരു ശുശ്രൂഷ തലത്തിന് വേണ്ടി കർത്താവിന് വേണ്ടി ഉപയോഗിച്ചത്. മനസ്സിലായോ? പലരും പറയും പൗലോസ് പറഞ്ഞു, അയ്യോ കർത്താവെ എന്നെ അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തല്ലോ. പൗലോസ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. സ്തോത്രം. പൗലോസ് എങ്ങും അധൈര്യപ്പെട്ടതായി തിരുവചനത്തിൽ എങ്ങും കാണുന്നില്ല. എവിടെയെങ്കിലും പൗലോസിന് അധൈര്യമായി ദൈവത്തിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെ ദൈവം ദൂതനെ ഇറക്കി ശക്തീകരിച്ചിട്ടുണ്ട്. സ്തോത്രം. കർത്താവുമായിട്ടുള്ള ബന്ധമാ പൗലോസിനുള്ളത്. അപ്പം തിന്നവർ തള്ളിപ്പറയും, അപ്പം തിന്നവർ ഒറ്റിക്കൊടുക്കും. പക്ഷെ കർത്താവിൽ നിന്ന് പ്രാപിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നെഞ്ചും നെറ്റിയും കൊടുത്ത് കർത്താവിന് വേണ്ടി നിൽക്കും. ജഡത്തിൽ ശൂലം വരട്ടെ. സാധാരണ ഒരു ശുശ്രൂഷകനല്ല പൗലോസ്. രോഗശാന്തി ശുശ്രൂഷയുള്ള ഒരു മനുഷ്യനാ പൗലോസ്. മരണത്തിൽ നിന്ന് വിടുവിക്കുന്ന ശുശ്രൂഷ ഉള്ളതാ, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശുശ്രൂഷയുള്ളതാ പൗലോസ്. സർവ കൃപാവരങ്ങളും ജ്വലിപ്പിപ്പാൻ കഴിവുള്ള കർത്താവിൽ നിന്ന് പ്രാപിച്ച അഭിഷിക്തനാണ് പൗലോസ്. മനസ്സിലായോ? കൂടെ നടന്ന ശിഷ്യന്മാർ അനുഭവിക്കാത്ത ദൈവകൃപ അനുഭവിച്ച തേജസ്സേറിയ മനുഷ്യനാണ് പൗലോസ് ലീഗ. 14 ലേഖനങ്ങൾ കൊണ്ട് അർത്ഥസമ്പുഷ്ടമായി പുതിയ നിയമ ഏടുകൾക്ക് തുടക്കം കുറിച്ച പഴയ നിയമ ഉദ്ധരണികളെ കോട്ട് ചെയ്ത് കർത്താവിൽ നിന്ന് പ്രാപിച്ച ദൈവവചനമാണ് ഇന്നും സംസാരിക്കുന്നത്. സ്തോത്രം. ഞാനിവിടെ സംസാരിക്കുന്ന ദൈവവചനം ആഴത്തിലിറങ്ങി വലിയ കാര്യങ്ങൾ ചെയ്യുവാനിടയാകും. എന്താണെന്നറിയാവോ തെളിവ്? പിതാവിന്റെ സന്നിധിയിൽ നിന്നും ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണ് ഞാനും നിങ്ങളും ഭക്ഷിക്കുന്നത്. സ്തോത്രം. ഈ വചനം ഭക്ഷിക്കുമ്പോൾ അത് ജീവനായി വ്യാപരിക്കും, ജീവന്റെ തുടുപ്പുണ്ടാവും. സ്തോത്രം. ചലനം സംഭവിക്കും. വചനം കേൾക്കുമ്പോൾ ചലനം സംഭവിക്കും. ഒരു ഉദാഹരണം ഞാൻ പറയാം. താഴ്വരയിൽ നിൽക്കുന്ന എസെക്കിയേലിനോട് ദൈവം ചോദിക്കുക, ഇത് ജീവിക്കുമോന്ന്. ഉണങ്ങിയ അസ്ഥി ജീവിക്കുമെന്ന് ചോദിക്കുമ്പോൾ എന്തുവാ പറയുന്നതെന്ന് അറിയാവോ? അങ്ങേക്കറിയാം. ഉണങ്ങിയ അസ്ഥിയെ വചനം കൊണ്ട് ജീവിപ്പിച്ച് അസ്ഥിയിൽ മജ്ജയും മാംസവും ഞരമ്പും വെച്ച് പിടിപ്പിച്ച് സൈന്യമാക്കി. ശരിയല്ലേ? കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. സ്തോത്രം. ദൈവത്തിന് വേണ്ടി ശുശ്രൂഷാതലത്തിൽ വേർതിരിച്ച ഒരു മനുഷ്യനാണ് അഹരോന്റെ വടി തളർത്ത് പൂവും കായുമിട്ട് വെളിയിൽ കൊണ്ടുവന്നത്. അപ്പൊ ഉണങ്ങിയത് തളിർക്കുവോ? 10, 30, 35 വർഷം കൊണ്ട് ചെയ്യാത്ത കാര്യങ്ങൾ തമ്പുരാന്റെ മുന്നിൽ കൊടുത്താൽ 24 മണിക്കൂറിനകം തളിർക്കും, പൂക്കും, കായ്ക്കും. വേറെ ആരുടെയും ഗോത്രത്തിന്റെയും വടി തളിർത്തില്ല. കർത്താവിന് വേണ്ടി നിൽക്കുന്നവന്റെ, കർത്താവ് ആഗ്രഹിക്കുന്നതിന്റെ വടി തളിർക്കും. അത് വെക്കേണ്ടുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കും. മനസ്സിലായോ? ചില തളിർപ്പുകൾ ഈ പട്ടണത്തിൽ ഉണ്ടാവട്ടെ. സ്തോത്രം. ചില തളിർപ്പുകൾ പത്തനംതിട്ട പട്ടണത്തിൽ ഉണ്ടാവട്ടെ. ചില തളിർപ്പുകൾ കൊല്ലം പട്ടണത്തിൽ ഉണ്ടാവട്ടെ. ചില പട്ടണങ്ങൾ ആലപ്പുഴ പട്ടണത്തിൽ തളിർക്കട്ടെ. സ്തോത്രം. ചില പട്ടണങ്ങൾ വടക്കേന്ത്യൻ ഭാഗങ്ങളിൽ തകർക്കട്ടെ, തളിർത്ത് കായിടട്ടെ. കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളത് മുള പൊട്ടട്ടെ. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. മോശ പ്രതിസന്ധിയിലാ ജനിച്ച്. അമ്രാമും യോക്കീബേത്തും പ്രതിസന്ധിയുള്ള ഘട്ടത്തിലാ.
രാജാവിന്റെ ഉത്തരവുള്ള സ്ഥലത്താണ് മോശ ജനിച്ചത്. പക്ഷെ വാഗ്ദത്തം ഉള്ളവനെ ദൈവം നടത്തുക തന്നെ ചെയ്യും. മനസ്സിലായോ? പ്രതിസന്ധിയിൽ ആരൊക്കെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നോ അവരെ ദൈവം വളർത്തി സമൂഹത്തിന്റെ മുന്നിൽ ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ ഒരു കൂട്ടം ജനത്തെ വിട്ടുതരാൻ പറഞ്ഞു നിൽക്കും. സ്തോത്രം. പൗലോസിന്റെ വളർച്ചയ്ക്ക് കാരണം ആരാ? സ്റ്റേഫാനോസ്. സ്തോത്രം. ഒരു സ്റ്റേഫാനോസ് ഒറ്റ പ്രസംഗം കൊണ്ട് പൊതുവീതിയിൽ നിന്ന് പ്രസംഗിച്ചപ്പോൾ കല്ലെറിയുവാൻ ആജ്ഞ കൊടുത്ത, തകർക്കുവാൻ ആജ്ഞ കൊടുത്തവനാണ് ശൗൽ. ആ ശൗലിന്റെ രക്ഷയ്ക്ക് കാരണമായത് സ്റ്റേഫാനോസ്. സ്റ്റേഫാനോസിന്റെ ശരീരത്തിൽ വീണ കല്ലുകളിൽ മേൽ കയറി നിന്ന് സ്റ്റേഫാനോസ് ഒരു ദർശനം കാണുവാനിടയായി. സ്വർഗം തുറന്നിരിക്കുന്നു. സ്തോത്രം. ആ കാഴ്ച എനിക്ക് നിങ്ങൾക്കും കാണാൻ പറ്റുമോ? പിറുപുറത്തോട്ടെ, കല്ലേറി ഇട്ടിട്ടോട്ടെ, ഒറ്റപ്പെടുത്തിക്കോട്ടെ, തനിച്ച് മാറ്റിയിരുത്തിക്കോട്ടെ, പക്ഷേ സ്വർഗം തുറന്നിരിക്കുന്നത് ഞാനും നിങ്ങളും കാണുന്നെങ്കിൽ അനേക പൗലോസുമാരെ ദൈവം എഴുന്നേൽപ്പിക്കാനിടയാവും. ഒത്തിരി ഒന്നും പ്രസംഗിക്കേണ്ട ആവശ്യമില്ല, ഒറ്റ പ്രസംഗം മതി. ദൈവത്തിന്റെ വെളിയിലോട്ട് കയറി നിന്നാൽ ഇന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പൗലോസ് ജനിപ്പാനിടയാവും. സ്റ്റേഫാനോസിന്റെ രക്തസാക്ഷ്യത്തിൽ നിന്നും ഒരു പൗലോസിനെ ജനിപ്പിച്ച് 2025 ആ പൗലോസിനെ ഞാനും നിങ്ങളും പ്രസംഗിച്ചുകൊണ്ടിരിക്കും. ജീവനുള്ള കാലമെല്ലാം ക്രിസ്തു ഉയരുന്നിടത്തോളം കാലം പൗലോസ് പിന്തുടർന്നുകൊണ്ടേയിരിക്കും. സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലായി? കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. അങ്ങനെയുള്ള ശുശ്രൂഷകന്മാർ ദൈവസന്നിധിയിൽ എഴുന്നേൽക്കട്ടെ. നമുക്കൊരു സ്റ്റേഫാനോസ് ആകണം. സുവിശേഷ പ്രസംഗം നല്ലതാ. ജീവിതത്തിൽ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ നമ്മൾ പ്രാപിച്ച് സമൂഹത്തിന് സാക്ഷ്യമായി വെളിയിലേക്ക്, സഭയ്ക്ക് വെളിയിലേക്കൊന്ന് ഇറങ്ങി നിന്ന് ദൈവത്തെ ഒന്ന് ചൂണ്ടിക്കാണിച്ചേ. അനേക പേർ നിത്യയുടെ തുറമുഖത്ത് എത്തിച്ചേരുവാനിടയാകും. സ്തോത്രം. എസക്കേലിന് അറിയായിരുന്നു കർത്താവ് തമ്പുരാൻ സൃഷ്ടിച്ചത് സകലതിനെയും വാക്കുകൊണ്ടാ സൃഷ്ടിച്ച്. ആന വരട്ടെ, ഒട്ടകം വരട്ടെ, മയിൽ വരട്ടെ, കുയില് വരട്ടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ കിടക്കുന്ന അസ്ഥി ആരുടെയാ? മനുഷ്യന്റെ അസ്ഥിയാ. എസക്കേലിന് അറിയായിരുന്നു അസ്ഥിയില്ലാതെ ഭൂമിയിലെ പൊടി കൊണ്ട് ഉണ്ടാക്കിയവനാണ് സർവശക്തനായ എന്റെ ദൈവം. ആ ദൈവമാണ് എന്നോട് ചോദിച്ചത്, ഈ അസ്ഥി ജീവിക്കുമോ എസക്കേലേ? എസക്കേലിന് എങ്ങനെ പറയാതിരിക്കാൻ കഴിയും? തമ്പുരാനെ, നീ അസ്ഥി ഇല്ലാതെ ആദാമിനെ ഹവ്വയെ ഉണ്ടാക്കിയതല്ലയോ മണ്ണുകൊണ്ട്? മനസ്സിലായോ ഞാൻ പറഞ്ഞതിന്റെ ദൈവിക പൊരുള്? എസക്കേലിന് ആ ഒരു വെളിപ്പാടുണ്ടായിരുന്നു. അസ്ഥിയില്ലാതെ മണ്ണ് കുഴച്ചുണ്ടാക്കിയ ആ അസ്ഥികൾ രൂപമായി സൈന്യമായി മാറി. സ്തോത്രം. ഒരു കാര്യം കൂടെ ഞാൻ ആ വിധത്തിൽ പറയാം. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പഠിക്കുമ്പോൾ യുദ്ധം നടക്കുന്ന മേഖലകളിൽ ഭടന്മാർ മരിച്ച് വീഴുമ്പോൾ ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ച ഒരു വ്യക്തിയുണ്ട്, ഏലിശ. ഏലിശ അടക്കം ചെയ്ത ഒരു കല്ലറയുണ്ട്. ദീർഘദൂരം പടയാളികൾ ചുമന്നുകൊണ്ടുപോയ ആ പടയാളിയുടെ മൃതശരീരം ഏലിശയുടെ കബറിൽ, കല്ലറയിൽ ഇട്ടപ്പോൾ ഏലിയാവിൽ നിന്ന് വ്യാപരിച്ച ഇരട്ടി ശക്തി ലഭിച്ച ഏലിശയുടെ അസ്ഥിയിൽ തൊട്ടപ്പോൾ മരിച്ചവൻ എഴുന്നേറ്റ് നിന്നു. സ്തോത്രം. അസ്ഥികളിൽ വ്യാപരിക്കുന്ന ദൈവശക്തി,
ആർക്കെല്ലാം ശാരീരികമായി ശരീരത്തിന്റെ അസ്ഥികൾക്ക് വേദന സംഭവിക്കുന്നു, ആ അസ്ഥികളിൽ വ്യാപരിക്കുന്ന സ്തോത്രം ദുഷ്ടന്റെ പോരുകളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജീവനായി പരിണമിക്കുവാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. മനസ്സിലായോ? നാം മരിച്ചു പോയാലും നമ്മുടെ അസ്ഥിയിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാ പരിശുദ്ധാത്മാവ്. പണ്ടൊരാൾ ഉണ്ടായിരുന്ന യാക്കോവിന്റെ മോന്, ദർശനം കാണുന്നവരാ. ആരാ? യോസഫ്. യോസഫിനെ അറിയാത്തൊരു രാജകീയ പദവി അവിടെ വന്നപ്പോൾ യോസഫ് പറഞ്ഞു, മക്കളെ 3-4 ജനറേഷനായി നിങ്ങൾ പോകുമ്പം എന്റെ അസ്ഥിയും കൂടെ അങ്ങ് കൊണ്ടുപോകണം. മനസ്സിലായോ? വിക്കനായ മോശ, സ്തോത്രം, തമ്പുരാന്റെ സ്വന്തം ചെലവിൽ വളർത്തിയ മോശ ഇന്നും കല്ലറ കണ്ടുപിടിച്ചിട്ടില്ല. കല്ലറ ശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അവിടെ പള്ളി പണിഞ്ഞേന്. ലോകത്തിലേക്ക് ഏറ്റവും വലിയ പള്ളി. തമ്പുരാൻ അറിയാം, എടാ ഞാൻ കൈകൊണ്ട് ഉണ്ടാക്കിയതല്ലയോ, എന്നെക്കാളിലും ഓർക്കം ചെയ്യുന്ന ആൾക്കാരാ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ജീവനുള്ള കാലവും ഒരു നാളും മോശയുടെ കല്ലറ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തില്ല. പെട്ടകം കണ്ടുപിടിക്കും, കർത്താവ് കണ്ടുപിടിക്കത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ ഒരിക്കലും ഒരു ശാസ്ത്രത്തിനും സാധിക്കത്തില്ല. സ്തോത്രം. നമ്മുടെ സമയം പെട്ടെന്ന് പോയല്ലോ. ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2-3 ദിവസം ഇങ്ങനെ ഇരുന്ന് പറയും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാനിങ്ങനെ പ്രസംഗിക്കുമല്ലോ, നമ്മൾ ഓരോന്ന് ഷെയർ ചെയ്യുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ അത്ഭുതമായി മാറണം. സ്തോത്രം. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്തുക. നമുക്ക് പ്രാർത്ഥിക്കാം അല്പനേരം. എത്രവർക്ക് സന്തോഷമുണ്ട്? സന്തോഷമുള്ളവരൊക്കെ കൈയൊന്ന് ഉയർത്തിയേ. സ്തോത്രം. നിങ്ങളുടെ ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖം കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, രാവിലെ വരെ ഞാൻ ഇവിടെ ഇരിക്കും ഈ വണ്ടിയിൽ. സ്തോത്രം. കുറെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. നമ്മളമ്മ കൈ വെക്കുന്നു. അയ്യോ, സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. എന്താ തെളിവ്? അപ്പോസ്തലനായ പൗലോസിനെ കാത്ത് അനന്യാസ് എന്നൊരു പുരുഷൻ അന്ത്യോക്യ പട്ടണത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. പൗലോസ് പ്രാർത്ഥിക്കുന്നത് സെയിം ടൈമിൽ അന്ത്യോക്യയിൽ ഇരുന്ന് അനന്യാസ് പ്രാർത്ഥിക്കുന്നു. എങ്ങനുണ്ട്? പൗലോസിന്റെ പ്രാർത്ഥന കേട്ട് അനന്യാസിനോട് ദൈവം സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായോ? നമ്മളുടെ പ്രാർത്ഥന കേട്ട് ചിലരെ ദൈവം ഒരുക്കും, ഉത്തരം കൊടുക്കും. സ്തോത്രം. ഉത്തരം കൊടുക്കേണ്ടത് ദൂതനെ ഉപയോഗിച്ചാണെങ്കിൽ ദൂതനെ ഉപയോഗിച്ച് ഉത്തരം കൊടുക്കും. സാക്ഷാൽ ദൈവം ഇറങ്ങി വരണമെന്നുണ്ടെങ്കിൽ ദൈവം ഇറങ്ങി വരും. എന്റെ വിശ്വാസത്തിന്റെ ആദ്യ പടിയായിരുന്നു, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടോ? അപ്പോസ്തലപ്രവൃത്തി എടുത്ത് വായിക്കാൻ പറഞ്ഞു. പുതിയ നിയമ പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയേ. ഞാൻ കുറെ ദിവസമൊക്കെ ഇങ്ങനെ വായിച്ചു. മത്തായി എഴുതിയ സുവിശേഷം എല്ലാം വായിച്ചു. ജനിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കാട്ടിലോട്ട് ഈ പുസ്തകം കറക്കി ഒറ്റയേറ്. ആ രാത്രി എനിക്ക് ഉറക്കം വന്നില്ല. എന്നോട് 12 മണി 1 മണിയൊക്കെ ആയപ്പം ആരാണ്ട് ഉള്ളിലിരുന്ന് പറയുന്നു, എടാ നീ കാട്ടിലെറിഞ്ഞ പുസ്തകം പോയി എടുത്തോണ്ട് വന്ന് പുസ്തകം വായിക്കാൻ പറഞ്ഞു. വായിച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മറിയയുടെ ഉദരത്തിൽ യേശു ജനിച്ചു. ആഹാ, മറിയയുടെ ഉദരത്തിൽ യേശു എങ്ങനാ ജനിച്ചേ? കന്യകയിൽ ഗർഭിണിയായി. ഒരാഴ്ച ഞാൻ ആരോടും പറഞ്ഞില്ല, ഇത് മനസ്സിലിട്ട് ഇങ്ങനെ അയവിറക്കി. അപ്പൊ അടുത്തൊരു പാസ്റ്ററിന്റെ ഈ പറഞ്ഞു, പാസ്റ്ററെ ബൈബിൾ എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം മാത്രമേ ഉള്ളൂ. അപ്പൊ എന്നോട് പറഞ്ഞ ഈ പുസ്തകമൊന്നും അല്ല, വേറെ പുസ്തകം ഉണ്ടെന്ന് പറഞ്ഞു. പഴയ നിയമവും പുതിയ നിയമവും കൂടെ ഉള്ള ഒരു പുസ്തകം വന്നു. ഞാൻ ആരും കാണാതെ കഥ അടച്ചിട്ട് മാസങ്ങൾ വായിച്ചു. വായിക്കും തോറും എനിക്ക് എരിവ് കൂടുക. സ്തോത്രം. ഈ മറിയയെ കണ്ടുപിടിക്കണം, യേശുവിന്റെ ജനനം എങ്ങനെയാണെന്നറിയണം. ഇന്നും പഠിക്കുവാൻ ശ്രമിച്ചിരിക്കുക. ദൈവം നമ്മളെ തെളിയിച്ചെടുക്കുന്ന ദൈവമാണ് കേട്ടോ, തെളിയിച്ചെടുക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ,
അനന്യാസിനോട് സംസാരിക്കുന്ന അതേ ദൈവം പൗലോസിനോട് സംസാരിച്ചു. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ശൗലിനെ പൗലോസ് ആക്കിയെന്ന്. അല്ല, പൗലോസിന്റെ മറ്റൊരു പേരാണ് ശൗൽ. നോക്കിയാട്ടെ, സർവത്തിനെയും ഗമാലിയന്റെ പാദപീഠത്തിൽ നിന്നും പഠിച്ചതിനെ ഡെമസ്കോസിന്റെ പടിവാതിൽക്കൽ ഉപേക്ഷിച്ച് സ്തോത്രം കടത്തിക്കൊണ്ടുവന്ന ഒരു മനുഷ്യനാണ് പൗലോസ്. പ്രവാചകനായ അനന്യാസിനോട് ദൈവം പറയുക, ഞാൻ അവനെ ഉപയോഗിക്കേണ്ടുന്ന പാത്രമാണെന്ന്. പല പ്രവാചകന്മാരും നമ്മളോട് വന്ന് പറയും പല കാര്യങ്ങളും. പ്രവചനത്തിൽ വിശ്വസിക്കുന്ന ആളാ ഞാൻ. ഭൂതം പ്രവചിക്കണം, ഭാവി പ്രവചിക്കണം, വർത്തമാനം പ്രവചിക്കണം. ഈ 3 പ്രവചനമാണ് ഈ 66 പുസ്തകങ്ങളിൽ. ഈ 3 പ്രവചനവും സങ്കരിച്ച് ഒറ്റ ഒരു പ്രവാചകൻ പ്രവചിക്കുന്നെങ്കിൽ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവചിക്കുന്നത്. പ്രവാചകന്മാർക്കെതിരല്ല കേട്ടോ ഞാൻ. ത്രികാലജ്ഞാനമുള്ള പ്രവചനമാണ് 66 പുസ്തകങ്ങളിൽ നൽകിയിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു പോയാൽ പെട്ടെന്ന് ഇത് അടുത്ത സബ്ജക്റ്റിലോട്ട് പോകും. ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവിടെ നിർത്തുക. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, ഉത്തരമയക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. പൗലോസിനോടുള്ള വാഗ്ദത്തം നിറവേറേണ്ടത് തമ്പുരാന്റെ ആവശ്യമാണ്. നീ യെരുശലേമിൽ എന്നെ സാക്ഷീകരിച്ചതുപോലെ റോമയിലും നീ നിൽക്കേണ്ടുന്നവനാകുന്നു. ഇരുട്ടറയിൽ നിന്നും വെളിയിൽ വരുമ്പോൾ കർത്താവിന്റെ ദൈവരാജ്യ സഭ സ്ഥാപിക്കുന്ന ഒരു മനുഷ്യനാണ് പൗലോസ്. സ്തോത്രം. പൗലോസിന്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട്. നാം ഇതുവരെയും പിന്തുടർന്നു എന്ന എരിവ് നമ്മുടെ വിശ്വാസ ജീവിതത്തിലും കാണിച്ചാൽ ദൈവം നമ്മെ അടുത്ത തലത്തിലേക്ക് കൊണ്ടെത്തിക്കും. സ്തോത്രം. പൗലോസിനെ പറ്റി മാത്രം ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. സ്തോത്രം. ഇനി അവസരങ്ങൾ എനിക്ക് ലഭിക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാം. പ്രസംഗമായിട്ട് നിങ്ങൾ ആരും കണക്കാക്കണ്ടല്ലോ. നമ്മളൊന്ന് ചുമ്മാ ഇങ്ങനെ സംസാരിച്ചിരിക്കുക. എത്ര പേർക്ക് സന്തോഷമുണ്ട്? സ്തോത്രം. നമുക്കിവിടെ നിർത്താം. ചെറിയൊരു ചിന്ത ദൈവസന്നിധിയിൽ ഇട്ടിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. അല്പസമയം അവിടുത്തെ കുഞ്ഞുങ്ങളാണ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കർത്താവിനെ സ്തുതിച്ചല്ലോ. കർത്താവ് സഹായിക്കണമേ. വ്യക്തിപരമായി ചിലരോട് ദൈവം ചില ആലോചനകൾ നടത്തണമേ. വീണ്ടും അങ്ങ് ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുവാൻ സഹായിക്കണമേ. ഗ്രേസി എനിക്കായിട്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം അനുഭവം ചെയ്യണമേ. കർത്താവ് സഹായിച്ചതിനാല സ്തോത്രം. എളിവനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് സംസാരിക്കണമേ. കിടക്കയിൽ ചില കാര്യങ്ങൾ ദൈവാത്മാവ് ചില കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ തക്കണം അങ്ങ് സഹായിക്കണമേ. സ്വർഗ്ഗം അനുഭവം ചെയ്യണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള സ്വർഗീയ പിതാവേ, ആമേൻ. ഇത്രയും സമയം എന്നെ സഹിച്ച് ക്ഷമിച്ച് എന്റെ വാക്കുകൾ കേട്ടിരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുക. ദേശീയാന്തരമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് അനുഗ്രഹിക്കുന്ന ഒരു ഭക്തിന് കൊടുക്കാവുന്ന സകല നന്മകളും ആത്മീയവും ഭൗതികവും നൽകുവാൻ തക്കണം ഒരുമിച്ച് ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. വീണ്ടും കണ്ടുമുട്ടും വരെയും കർത്താവിന്റെ ചിറകടിയിൽ പ്രാർത്ഥനയും ആശംസ അറിയിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു. ഹല്ലേലൂയ. നമുക്ക് കരങ്ങളെ ഉയർത്തി അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. പിതാവേ, കർത്താവെ, അങ്ങയുടെ അഭിഷേകത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഇതുവരെ ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ. കർത്താവെ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെ കുറിച്ച് കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി ഉത്തരമല്ലെന്ന ദൈവത്തെ കുറിച്ച് കർത്താവെ, ഇന്ന് രാത്രികാലം വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് ഇടപെട്ടല്ലോ. അപ്പ ഞങ്ങൾ വിശ്വാസത്തോടെ കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു. ഞങ്ങളുടെ മധ്യ അയച്ച് അങ്ങയുടെ അഭിഷേകത്തിന്റെ ദൈവകരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവെ, തന്റെ ശുശ്രൂഷകൾ, കുടുംബം, സഭ എല്ലാം അനുഗ്രഹിക്കപ്പെടേണ്ടതിന് കർത്താവെ, വരും ദിവസങ്ങളിൽ ശക്തിയോടെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാന്, അനേകരെ ക്രിസ്തുവിന് വേണ്ടി ആദായപ്പെടുത്തുന്ന ഒരു അഭിഷേകം കർത്താവെ താൻ കടന്നു ചെന്ന് ശുശ്രൂഷിക്കുന്ന എല്ലാ മേഖലകളിലും വെളിപ്പെടേണ്ടതിന് അങ്ങയുടെ അഭിഷേകത്തിനെ പരിശുദ്ധാത്മാവിലും ഹാലേലിയ പുത്രന്റെ നാമത്തിലും പിതാവിന്റെ നാമത്തിലും ദൈവമേ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അനേകർക്ക് അനുഗ്രഹമായി മാറട്ടെ. തന്റെ ശുശ്രൂഷകൾക്ക് വിശാലത വരട്ടെ കർത്താവെ. അപ്പ കർത്താവിന്റെ വരവ് താമസമെങ്കിൽ വീണ്ടും കർത്താവെ ഞങ്ങളുടെ മധ്യേ വന്ന് കർത്താവെ ഞങ്ങളുടെ നാമത്തെ ഘോഷിപ്പാൻ അഭിഷേകത്തിനെ ദൈവം സഹായിക്കണത്
ശക്തീകരിക്കേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്ന. അപ്പോൾ തന്നെ കർമ്മേൽ ഗ്രൂപ്പിലെ ഇന്ന് മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവെ, അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവെ, രാത്രികാലം സ്വർഗീയ ദർശനങ്ങളെ വെളിപ്പാടുകളെ തരണമേ. വിട്ടുമാറാത്ത ദൈവ സാന്നിധ്യത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും പൊതിഞ്ഞുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവിടുന്ന് എത്രത്തോളം സകലത്തെ നിയന്ത്രിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സകല മാനവും മഹത്വം അങ്ങേക്ക് നസ്രനായ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഫാസ്റ്റ് ആശീർവാദം പറയുവോ? ആസ്ത ഇല്ലെന്ന് തോന്നുന്നു രശ്മി. നമുക്ക് തന്നെ ആശീർവാദം പറഞ്ഞു പിരിയാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവും കൂട്ടായ്മ പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഇന്നും എന്നേക്കും എല്ലായ്പ്പോഴും നമ്മളോട് കൂടെ ഇരിക്കേണ്ടതിന് ദൈവകരങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്ന ജയം തന്നെ ദൈവത്തിന് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ വീണ്ടും നമ്മുടെ മീറ്റിംഗ് 9 മണിക്ക് ഉണ്ടാകും. എല്ലാവരും പ്രാർത്ഥനയോടെ ജോയിൻ ചെയ്യാൻ ഓർമ്മിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ബൈ.